Thank you. Hallelujah. 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 യേശു ക്രിസ്തു ശീഘ്രമായി വരുகிறார். കർത്താവായ യേശു എത്രയും വേഗത്തിൽ വരും. എത്ര പേർ വിശ്വസിக்கிறீர்கள்? എത്ര പേർ വിശ്വസിക്കുന്നു? Hallelujah. 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 യേശു ക്രിസ്തു ശീഘ്രമായി വരുகிறார். കർത്താവായ യേശു എത്രയും വേഗത്തിൽ വരും. എത്ര പേർ ആയത്തമായിരിக்கிறீர்கள்? അതിന് എത്ര പേർ ഒരുങ്ങിയിരിക്കുന്നു? മുമ്പേക്കാട്ടിലും ശബ്ദം കുറവാണ്. ആദ്യത്തെക്കാള് ശബ്ദം കുറഞ്ഞു പോയല്ലോ. കൈയുടെ എണ്ണവും പൊങ്ങിയ കൈയുടെ എണ്ണവും കുറഞ്ഞു പോയല്ലോ. 1 തെസ്സലോനിക്കർ 4 அதிகாரம் 4 അധ്യായം 16-17 വചനങ്ങളെ നാം വാസിക്കാൻ പോകും. 16-17 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 Thessalonians chapter 4 and verses 16 and 17. 1 തെസ്സലോനിക്കർ 4 അധ്യായം 16-17 വാക്യങ്ങൾ. ഏനിൽ കർത്താവ് തമ്മെ ആരവാരത്തോടും കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദേവ എക്കാലത്തോടും ദൈവത്തിന്റെ കാവലത്തോടും കൂടെ വാനത്തിലിருந்து ഇറങ്ങി വരുവാർ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും அப்பொழுது கிறிஸ்துவுக்குள் மரித்தவர்கள் முதலாவது எழுந்திருப்பார்கள். ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. பின்பு உயிரோடு இருக்கும் நாமும் പിന്നെ ജീവനോട് ശേഷിക്കുന്ന அவர்களுக்கு எதிர்கொண்டு போக അവരോട് ഒരുമിച്ച് அவர்களோட கூட மேகத்தில் ആകാശത്തിൽ கர்த்தருக்கு எதிர்கொண்டு போக കർത്താവിനെ എതിരേൽപ്പാൻ இவ்விதமாய் எப்பொழுதும் கர்த்தருடனே கூட இருப்போம். മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏനിൽ കർത്താവ് തമ്മെ ആരവാരത്തോടെ വരുகிறார். കർത്താവ് ഗംഭീരനാദത്തോടെ വരുന്നു. യേശു ക്രിസ്തുവിൻ വരുകയെ കുറിച്ച് യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തെ കുറിച്ച് വേദം 2 വിധമായി சொல்லுகிறது. ദൈവവചനം 2 രീതിയിൽ പ്രസ്താവിക്കുന്നുണ്ട്. കർത്തരുடைய രഹസ്യ വരുകை, തന്റെ രഹസ്യപരവും இன்னொரு കർത്തരുடைய ബഹിരംഗ വരുകை, വേറൊന്ന് പരസ്യമായിട്ടുള്ള തന്റെ പ്രത്യക്ഷതയും. There are 2 types of comings. One is rapture and other is second coming. ഒന്ന് ഉൽപ്രാവണവും മറ്റൊന്ന് പരസ്യമായ തന്റെ പ്രത്യക്ഷതയും. Rapture என்பது வேறே, second coming என்பது வேறே. ഉൽപ്രാവണവും തന്റെ പുനരാഗമനവും രണ്ടും വ്യത്യസ്ത സംഭവങ്ങളാണ്. இரண்டிற்கும் வித்தியாசங்கள் உண்டு. രണ്ടിനും വ്യത്യാസമുണ്ട്. rapturein போது ഉൽപ്രാവണം നടക്കുമ്പോൾ கர்த்தர் பூமிக்கு வருவதில்லை. കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് വരുന്നില്ല. ബഹിരംഗ വരുകയിൻ போது താൻ പരസ്യമായി വരുമ്പോൾ കർത്തർ ഭൂമിക്ക് வருகிறார். താൻ ഈ ഭൂമിയിലേക്ക് വരുന്നു. രഹസ്യ வருகையின் போது തന്റെ രഹസ്യ വരവെങ്കിൽ യേശുവിൻ വരുകை ஒருவரும் காண்பதில்லை. കർത്താവായ യേശുവിന്റെ വരവ് എല്ലാവരും ഒരുപോലെ കാണുന്നില്ല. ஆனால் பகிரங்க வருகையின் போது എന്നാൽ താൻ പ്രത്യക്ഷനാകുമ്പോൾ அவருடைய வருகையை തന്റെ വരവിനെ எல்லாரும் காண்பார்கள். സകല ജാതികളും കാണും. Nobody will see his coming on rapture and everybody will see his coming on revelation. ഉൽപ്രാവണ സമയത്ത് കർത്താവിന്റെ വരവിനെ എല്ലാവരും കാണുകയില്ല. എന്നാൽ തന്റെ പ്രത്യക്ഷതയെങ്കിൽ തന്നെ ഏവരും കാണും. rapturein போது இயேசு கிறிஸ்து தம்முடைய பரிசுத்தவான்களை அழைக்க வருகிறார். ഉൽപ്രാവണം എന്ന് പറയുന്നത് തന്റെ സഭയ്ക്ക് വേണ്ടി കർത്താവ് വരുന്നതാണ്. He comes for his saints. തന്റെ വിശുദ്ധന്മാർക്കായി വരുന്നു. ബഹിരംഗ വരുകയിൻ போது இயேசு கிறிஸ்து தம்முடைய பரிசுத்தவான்களோடு கூட வருகிறார். തന്റെ പ്രത്യക്ഷതയുടെ സമയത്ത് വിശുദ്ധന്മാരും ഒത്തു വരുന്നു. At the rapture he comes for his saints and at the revelation he comes with his saints. ഉൽപ്രാവണ സമയത്ത് താൻ തന്റെ വിശുദ്ധന്മാർക്കായും തന്റെ പ്രത്യക്ഷതയെങ്കിൽ വിശുദ്ധന്മാരോട് ഒത്തും വരുന്നു. അന്തിക്രിസ്തുக்கு മുൻപதாக நம்முடைய ஆட்சிக்கு முன்பதாக ரகசிய வருகை இருக்கும். അന്തിക്രിസ്തുവിന്റെ ഭരണത്തിന് മുൻപാണ് ഉൽപ്രാവണം അല്ലെങ്കിൽ യേശുവിന്റെ രഹസ്യ വരവുള്ളത്. അന്തിക്രിസ്തുവിന്റെ ആட்சிக்கு பின்பதாக ബഹിരംഗ வருகை இருக்கும். എന്നാൽ അന്തിക്രിസ്തുവിന്റെ ഭരണത്തിന് ശേഷമാണ് തന്റെ പ്രത്യക്ഷത നടക്കുന്നത്. ஆகவே ரகசிய வருகையும் வேற, இரண்டாவது வருகை என்பது வேறே. കർത്താവായ യേശുവിന്റെ രഹസ്യ വരവും തന്റെ പ്രത്യക്ഷതയും രണ്ട് സംഭവങ്ങളാണ്. Only the apostle Paul received a special revelation about the rapture. തന്റെ സഭയുടെ ഉൽപ്രാവണത്തെ കുറിച്ച് തന്റെ രഹസ്യ വരവിനെ കുറിച്ച് പൗലോസിന് സവിശേഷമായ ഒരു വെളിപ്പാട് കിട്ടിയതായിട്ട് നമുക്ക് കാണാം. പൗലോസിനും മാത്രം. Only the apostle Paul receives the revelation about the rapture. ഈ സഭയുടെ ഉൽപ്രാവണത്തെ കുറിച്ച് പൗലോസിന് മാത്രമാണ് ആ വെളിപ്പാടുണ്ടായത്. வருகையை குறித்து சொல்லி இருக்கிறார்கள். മറ്റുള്ള അപ്പോസ്തലന്മാർ തന്റെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. அவர்கள் சொல்லி இருக்கிற வருகை காரியங்கள் எல்லாம் இரண்டாவது வருகை பகிரங்க வருகையை குறித்ததே. അവർ പറഞ്ഞിരിക്കുന്ന വരവ് മുഴുവൻ തന്റെ പ്രത്യക്ഷതയെ കുറിച്ചാണ്. ஆனால் 1 தெசலோனியர் 4வது அதிகாரத்திலும் 1 கொரிந்தியர் 15வது
அதிகாரத்திலும் 1 தெசலோனிக்கர் 4 அத்தியாயத்திலும் 1 கொரிந்தியர் 15 அத்தியாயத்திலும் ரகசிய வருகை குறித்து பவுல் அப்போஸ்தலனுக்கு தேவனாய் கர்த்தர் விசேஷித்த வெளிப்பாடுகளை தந்திருக்கிறார். രഹസ്യ വരവിനെ കുറിച്ച് ദൈവമായ കർത്താവ് പൗലോസിന് സവിശേഷമായ വെളിപ്പാട് കൊടുത്തിരിക്കുന്നത് കാണാം. இந்த ராத்திரி வேளையிலே உங்களோடு கூட மிக தெளிவாக அந்த காரியங்களை பகிர்ந்து கொள்ள விரும்புகிறேன். ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് അത് സവിസ്തരമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. பாஸ்டர் டேனியல் சொன்னது போல പാസ്റ്റർ ഡാനിയേൽ അവർ പറഞ്ഞ പോലെ வாழ்க்கையில் ஒரு மாற்றம் உண்டாகும்படியாய் നിന്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം മാറ്റം ഉണ്ടാകുവാൻ உங்களுடைய நித்தியத்தில் ஒரு மாற்றம் உண்டாகும்படியாக നിത്യതയ്ക്ക് രൂപാന്തരം ഉണ്ടാകുവാൻ நீங்கள் தீர்மானிக்கிற ராத்திரி வேளையாய் இந்த வேளை இருக்கிறது. നിങ്ങൾ തീരുമാനമെടുക്കുന്ന രാത്രിയായി ഈ രാത്രി ഇരിക്കട്ടെ. கர்த்தர் தாமே ஆரவாரத்தோடும் பிரதான தூதனுடைய சத்தத்தோடும் தேவ எக்காலத்தோடும் வானத்தில் இருந்து இறங்கி வருவார். കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. அப்பொழுது கிறிஸ்துவுக்குள் மரித்தவர்கள் முதலாவது எழுந்திருப்பார்கள். അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. Dead in Christ shall rise first. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യമേ ഉയർത്തെഴുന്നേൽക്കും. கிறிஸ்துவுக்குள் மரித்தவர்கள் மாத்திரமே முதலாவது எழுந்திருப்பார்கள். ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമേ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. கிறிஸ்துவுக்குள் மரித்தவர்கள் என்றால் என்ன? ക്രിസ്തുവിൽ മരിച്ചവർ എന്ന് പറഞ്ഞാൽ എന്താണ്? கிறிஸ்துவுக்குள் பிறந்தால் தான் கிறிஸ்துவுக்குள் வாழ முடியும். ക്രിസ്തുവിൽ ജനിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. If you born in Christ, then you can live in Christ. നീ ക്രിസ്തുവിൽ ജനിച്ചു എങ്കിൽ വീണ്ടും ജനിച്ചു എങ്കിൽ നിനക്ക് ക്രിസ്തുവിൽ ജീവിപ്പാൻ കഴിയും. If you live in Christ, you can die in Christ. നീ ക്രിസ്തുവിൽ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൽ നിനക്ക് മരിക്കുവാനും If you കഴിയും. die in Christ, you will rise in Christ. ക്രിസ്തുവിൽ മരിക്കുന്നുവെങ്കിൽ നീ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കും. சகோதர சகோதரி, സഹോദര സഹോദരി, கிறிஸ்தவ குடும்பத்தில் பிறந்திருக்கிறவர்கள் என்பதனால் அல்ல, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചിരിക്കുന്നു എന്നതുകൊണ്ടല്ല, சபைக்கு வருகிறீர்கள் என்பதனால் அல்ல, ആരാധനയ്ക്ക് വരുന്നു എന്നതുകൊണ്ടല്ല, கிறிஸ்தவ பெயரை பெற்றவர்கள் என்பதனால் அல்ல, ക്രിസ്തീയ പേരുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടല്ല, நீங்கள் கிறிஸ்துவின் வருகையிலே ക്രിസ്തുവിന്റെ വരവിൽ எடுத்துக்கொள்ளப்பட வேண்டுமையானால் എടുക്കപ്പെടണമെങ്കിൽ கிறிஸ்துவுக்குள் வாழ வேண்டும். ക്രിസ്തുവിൽ ജീവിക്കണം. கிறிஸ்துவுக்குள் வாழ வேண்டுமையானால் ക്രിസ്തുവിൽ ജീവിക്കണമെങ്കിൽ நீங்கள் கிறிஸ்துவுக்குள் பிறக்க வேண்டும். ക്രിസ്തുവിൽ വീണ്ടും ജനിക്കണം. ஒருமுறை பிறந்தவன் இருமுறை சாகிறான். ഒരു പ്രാവശ്യം ജനിച്ചവൻ 2 പ്രാവശ്യം മരിക്കുന്നു. 2 முறை பிறந்தவன் ஒருமுறை சாகிறான். 2 പ്രാവശ്യം ജനിച്ചവൻ 1 പ്രാവശ്യം മരിക്കുന്നു. One who wants once dies twice. ഒരിക്കൽ ജനിച്ചവൻ 2 പ്രാവശ്യം മരിക്കുന്നു. One who wants twice dies once. 2 പ്രാവശ്യം ജനിച്ചവൻ 1 പ്രാവശ്യം ஒரு മരിക്കുന്നു. முறை என் தாயின் கற்பத்திலே பிறந்தேன். അമ്മയുടെ ഉദരത്തിൽ ഒരിക്കൽ ജനിച്ചു. இன்னொரு முறை மறுபடியும் கர்த்தருக்குள் நான் பிறந்தேன். എന്നാൽ രണ്ടാമതായി ക്രിസ്തുവിൽ ജനിച്ചു. நான் மறுபடியும் பிறந்தேன் என்கிற நிச்சயம் எனக்கு உண்டு. ഞാൻ വീണ്ടും ജനിച്ചു എന്ന നിർണയം എനിക്കുണ്ട്. ஆகவே நான் எனக்கு ஒரே ஒரு மரணம் மாத்திரமே இருக்கிறது. അതുകൊണ്ട് എനിക്ക് ഒരൊറ്റ മരണമേ ഉള്ളൂ. சரீர பிரகாரமான மரணம் மாத்திரமே. ശാരീരിക മരണം മാത്രം. இட்டர்னல் டெத் எனக்கு இல்லை. നിത്യ മരണം എനിക്കില്ല. நித்திய மரணம் எனக்கு இல்லை. നിത്യ മരണം എനിക്കില്ല. அந்த நிச்சயத்தை இந்த நாளிலே நான் கொண்டிருக்கிறேன். ഇന്നും ആ നിർണയം എനിക്കുണ്ട്. இங்க இருக்கிற ஒவ்வொருவரை பார்த்து நான் கேட்க விரும்புகிறேன். ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാനത് ചോദിക്കാൻ நீங்கள் எத்தனை ആഗ്രഹിക്കുന്നു. முறை பிறந்திருக்கிறீர்கள்? നിങ്ങൾ എത്ര പ്രാവശ്യം சகோதரன், ജനിച്ചിട്ടുണ്ട്? நீங்கள் எத்தனை முறை பிறந்திருக்கிறீர்கள்? സഹോദരന്മാരെ, നിങ്ങൾ എത്ര പ്രാവശ്യം வாலிபர் பிள்ளைகளை நீங்கள் எத்தனை முறை பிறந்திருக்கிறீர்கள்? യൗവനക്കാരെ, നിങ്ങൾ എത്ര പ്രാവശ്യം ஒரே ജനിച്ചിട്ടുണ്ട്? ஒரு முறை மாத்திரமே பிறந்தவர்கள் என்றோ ഒരൊറ്റ ജനനമേ നിങ്ങൾക്കുള്ളൂവെങ്കിൽ இன்றைக்கு மறுபடியும் பிறக்க கர்த்தர் உங்களை அழைக்கிறார். ഇന്ന് വീണ്ടും ജനിക്കുവാൻ കർത്താവ് നിന്നെ ക്ഷണിക്കുന്നു. ஹல்லேலூயா, ഹല്ലേലൂയ, ஹல்லேலூயா, ഹല്ലേലൂയ, ஹல்லேலூயா. ഹല്ലേലൂയ. இயேசு கிறிஸ்துவின் ரகசிய வருகை குறித்து കർത്താവായ യേശുവിന്റെ രഹസ്യ വരവിനെ കുറിച്ച് 6 காரியங்கள் உங்களோடு கூட பகிர்ந்து கொள்ள விரும்புகிறேன். 6 കാര്യങ്ങൾ നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. What is meant rapture? എന്താണ് ഉൽപ്രാവണം? ரகசிய வருகை என்றால் என்ன? രഹസ്യ വരവ് എന്ന് പറഞ്ഞാൽ എന്താ? When will it happen? അത് എപ്പോൾ സംഭവിക്കും? How long will it happen? അത് എത്ര നേരം, എത്ര സമയത്തേക്കുണ്ടായിരിക്കും? Where will it happen? അത് എവിടെ സംഭവിക്കും? How will it happen? അതെങ്ങനെ സംഭവിക്കും? ദൈവത്തിന് സ്തോത്രം. ரகசிய வருகை என்றால் என்ன? യേശുക്രിസ്തുവിന്റെ രഹസ്യ വരവ് എന്ന് പറഞ്ഞാൽ എന്താണ്? இயேசு கிறிஸ்து യേശുക്രിസ്തു தம்முடைய ஜனங்களை தம்மோடு கூட சேர்த்துக் கொள்ளும்படியாக തന്റെ ജനങ്ങളെ തന്നോട് ചേർക്കുവാൻ இந்த உலகத்திலே அந்தி கிறிஸ்துவுடைய உபத்திரவ காலங்கள் தொடங்குவதற்கு முன்பதாக അന്തിക്രിസ്തുവിന്റെ മഹോപദ്രവം ഈ ഭൂമിയിൽ ആരംഭിക്കുന്നതിന് മുൻപ് இயேசு ராஜாவை தங்களுக்குள்ளாய் கொண்டவர்கள் ஒருவரும் കർത്താവായ യേശുവിനെ തങ്ങളുടെ കർത്താവും രാജാവുമായി സ്വീകരിച്ച് ആരും சாத்தானே ஆளப்படக்கூடுவதற்கு இடம் கொடாதபடிக்கு ഈ
പിശാചിന്റെ ആധിപത്യത്തിന് അധീനരാകാൻ അനുവദിക്കാതെ மத்திய ஆகாயத்திலே தேவன் வந்து മധ്യാകാശത്തിൽ കർത്താവ് വന്ന് நம்முடைய ஜனங்களை சடுதியாய் எடுத்துக் கொள்கிற ஒன்றாயிருக்கிறார். തനിക്കുള്ളവരെ പെട്ടെന്ന് മാറ്റുന്ന രൂപാന്തരപ്പെടുത്തുന്ന ഒന്നാണത്. அவர்களை தனிக்க தலைமைப்படுத்துவோம். കരങ്ങൾ അടിച്ചു കർത്താവിനെ മൗനപ്പെടുത്തും. இந்த உலகத்தில் அந்தி கிறிஸ்துவின் ஆட்சி முடிந்த பிறகு അന്തിക്രിസ്തുവിന്റെ ഭരണത്തിന് ശേഷം தன்னுடைய பரிசுத்தவான்கள் யாவரோடு கூட இயேசு வரப்போகிறார். തന്റെ സകല വിശുദ്ധന്മാരോടും കൂടെ കർത്താവ് വീണ്ടും വരാൻ പോകുന്നു. அந்தி கிறிஸ்துவோடு கூட யுத்தம் செய்ய போகிறார். അന്തിക്രിസ്തുവിനോട് യുദ്ധം ചെയ്യാൻ പോകുന്നു. அநேகர் அந்தி கிறிஸ்துவை குறித்து பயப்படுகிறார்கள். അനേകർ അന്തിക്രിസ്തുവിനെ ഭയപ്പെടുന്നുണ്ട്. இயேசு கிறிஸ்துவின் மேல் விசுவாசம் வைத்திருக்கிற ஒவ்வொருவரும் യേശു ക്രിസ്തുവിൽ ആശ്രയം വയ്ക്കുന്ന ഓരോ വ്യക്തിയും அந்தி கிறிஸ்துவினாலே ஆளப்படுவது இல்லை. അന്തിക്രിസ്തുവിന്റെ ഭരണത്തിൽ ഉൾപ്പെടുകയില്ല. ஹல்லேலூயா ഹല്ലേലൂയ. ஹல்லேலூயா ഹല്ലേലൂയ. அதற்கு முன்பதாகவே கர்த்தர் தம்முடைய ஜனத்தை அழைத்துக் கொள்ள வருகிறார். അതിനു മുൻപ് തന്നെ കർത്താവ് തന്റെ ജനത്തെ എടുത്തുകൊള്ളുവാൻ വരുന്നു. இந்த ரகசிய வருகை எப்போது சம்பவிக்கும்? ഈ വരവ് എപ്പോൾ സംഭവിക്കും? When will it happen? എപ്പോൾ സംഭവിക്കും? மத்தேயு எழுதின சுவிசேஷம் 24வது அதிகாரம் 36வது வசனம். മത്തായിയുടെ സുവിശേഷം 24 and verse 36. 24-ാം അധ്യായം 36-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 36-ാം വാക്യം. இயேசு கிறிஸ்து இந்த வார்த்தைகளை சொல்லுகிறார். കർത്താവായ യേശു തന്നെയാണത് പറഞ്ഞത്. அவர் என்ன சொல்லுகிறார்? എന്താണ് താൻ പറഞ്ഞത്? நீங்கள் மத்தேயு எழுதின சுவிசேஷம் 24வது அதிகாரம் 36வது வசனத்தை வாசித்து பாருங்கள். മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 36-ാം വാക്യം. ആ നാളും நாளையும் அந்த நாளிகையையும் ആ നാളും നാഴികയും സംബന്ധിച്ചോ என் பிதா ஒருவர் தவிர மற்றொருவனும் அறியான். എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. அந்த நாளையும் നാളികയെയും ആ നാളും നാഴികയും സംബന്ധിച്ച് ஒருவனும் அறியான். ആർക്കും അറിയില്ല. பரலோகத்தில் இருக்கிற பிதா தவிர സ്വർഗീയ പിതാവ് ഒഴിച്ച് வேறு ஒருவனும் அறியான். ആർക്കും അതറിയില്ല. Day and hour nobody know it now. ആ നാളും നാഴികയും ആർക്കും അറിയില്ല. அந்த நாள் என்ன நாள் என்று தெரியாது. ഏത് ദിവസമാണെന്ന് ആർക്കും അറിയില്ല. அந்த നാഴികை எந்த നാഴികை என்று ഏത് தெரியாது. നാഴികയാണെന്നും ആർക്കും അറിയില്ല. ஆனால் இந்த வார்த்தைகளை சொன்ன இயேசு கிறிஸ்து എന്നാൽ ഈ വാക്ക് പറഞ്ഞ കർത്താവായ യേശു இன்னொரு இடத்துல இன்னொரு விதமாய் சொல்லுகிறார். മറ്റൊരു സ്ഥലത്ത് വേറൊരു രീതിയിൽ പറയുന്നു. லூக்காவின் சுவிசேஷத்திலே ലൂക്കോസിന്റെ സുവിശേഷം 12வது அதிகாரம் 12-ാം അധ്യായം 54வது வசனம். 54-ാമത്തെ വാക്യം. Luke chapter 12 verse 54. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 54-ാമത്തെ വാക്യം. இந்த இடத்துல இயேசு சொல்லும்போது இங்கே வேறு விதமாய் சொல்லுகிறார். ഇവിടെ കർത്താവ് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു. என்ன சொல்லுகிறார்? എന്താണ് അവിടെ പറയുന്നത്? மேற்கே மேகம் எழும்புவதை நீங்கள் காணும்போது പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ மழை வரும் என்று சொல்லுகிறீர்கள். പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു. When you see a cloud rise up from the west, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ straight away you say there is rain is to come. ഉടനെ പെരുമഴ വരുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. மேற்கே மேகம் எழும்புவதை நீங்கள் காணும்போது പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ மழை வரும் என்று சொல்லுகிறீர்கள். പെരുമഴ വരുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. அப்படியே மழை வருகிறது. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. மின்னல் அடிக்கிறதை நீங்கள் காணும்போது തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ உஷ்ணம் உண்டாகும் என்று சொல்லுகிறீர்கள். അത്യുഷ്ണം ഉണ്ടാകുമെന്ന് പറയുന്നു. அப்படியே உஷ்ணம் உண்டாகிறது. അത് സംഭവിക്കുകയും ചെയ്യുന്നു. இதை சொல்லிவிட்டு ഇത് പറഞ്ഞിട്ട് அன்பான இயேசு சொல்லுகிறார். കർത്താവ് ഇങ്ങനെ പറയുന്നു. அன்பான இயேசு சொல்லுகிறார். സ്നേഹമായ യേശു പറയുന്നു. மாயக்காரரே, കപടഭക്തിക്കാരെ, ஓ ye hypocrites, കപടഭക്തിക്കാരെ, மாயக்காரரே, കപടഭക്തിക്കാരെ, பூமியின் தோட்டத்தையும் ഭൂമിയുടെയും வானத்தின் தோட்டத்தையும் நிதானிக்க உங்களுக்கு தெரிந்திருக்கிறது. ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം. பூமியின் தோட்டத்தையும் வானத்தின் தோட்டத்தையும் நிதானிக்க உங்களுக்கு தெரிகிறது. ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം. மனுஷகுமாரன் வருகிற இந்த காலத்தில் நீங்கள் நிதானியாமல் போகிறது என்ன? എന്നാൽ മനുഷ്യപുത്രൻ വരുന്ന ഈ കാലത്തെ നിങ്ങൾക്ക് വിവേചിപ്പാൻ അറിയാത്തത് എന്ത്? மேகம் மேற்கே கரு 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 என்று எழும்பும் போது പടിഞ്ഞാറ് കാർമേഘം പൊങ്ങുമ്പോൾ நம்ம என்ன செய்கிறோம்? എന്ത് ചെയ്യുന്നു? வீட்டுல பிள்ளைகளுக்கு என்ன சொல்லுகிறோம்? ആ കുഞ്ഞുങ്ങളോട് എന്ത് പറയുന്നു? என்ன சொல்லுவோம்? എന്താണ് പറയുന്നത്? മഴ இல்ல, மழை வரும். அதுக்கு முன்னாடி என்ன சொல்லுவோம்? மழை வரும். என்ன சொல்லுவோம்? എന്താണ് പറയുന്നത്? என்ன செய்வோம்? നമ്മൾ എന്ത് ചെയ്യും? கருகரின் மேகம் வருகிறதை பார்த்தவுடன் என்ன செய்வோம்? കാർമേഘം ഇങ്ങനെ ഉരുണ്ടുകൂടുന്നത് കാണുമ്പോൾ നാം എന്ത് ചെയ്യും?
துவைத்துக் கொண்டிருக்கிற துணியெல்லாம் எடுத்து வை. കഴുകിയിട്ടിരിക്കുന്ന വസ്ത്രമൊക്കെ പെട്ടെന്ന് എടുക്കും. வேகவேகமாய் ഓടിച്ചെന്ന് അതെല്ലാം പെറുക്കി എടുക്കും. அதை எடுத்துக்கொண்டு வீட்டிற்குள் வருவதற்குள்ளாக துளி மழை துளி விட ஆரம்பிக்கும். അതെല്ലാം പെറുക്കി വീട്ടിനകത്ത് വരുന്നതിന് മുമ്പ് ചിലപ്പോൾ മഴ പെയ്തു പോകും. கருமேகத்தை பார்த்த மாத்திரத்திலே കാർമേഘം കാണുമ്പോൾ തന്നെ மழை வரும் என்று நமக்கு தெரிகிறது. മഴ വരുമെന്ന് നമുക്കറിയാം. பார்த்த உடனே இன்னும் சீக்கிரத்திலே கொஞ்சம் நேரத்திலே மழை வரும் என்று அறிந்து അത് കണ്ടാൽ ഉടനെ മഴ പെയ്യാറായി ഇപ്പൊ പെയ്യുമെന്നുള്ള அதற்கான ஆயத்தத்தை செய்கிறோம். നാം അതിനായി ഒരുങ്ങുന്നു. உடனே எல்லாம் செய்ய வேண்டிய காரியங்கள் எல்லாவற்றையும் செய்கிறோம். അതിനനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നാം ചെയ്യുന്നു. ஆனால் இயேசு சொல்கிறார், കർത്താവ് ഇവിടെ പറയുന്നു, அது உங்களுக்கு இவ்வளவு நன்றாய் தெரிந்திருக்கும் போது നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ല അറിവുള്ളപ്പോൾ வானத்தின் தோட்டத்தை நீங்கள் பார்க்கும் போது ആകാശത്തിന്റെ ഭാവത്തെ നിങ്ങൾ കാണുമ്പോൾ பூமியிலே நடக்கின்ற காரியங்களை நீங்கள் பார்க்கும் போது ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ மனுஷகுமாரன் வருகிற காலத்தை நீங்கள் அறியாமல் போகிறது என்ன என்று சொல்கிறார். മനുഷ്യപുത്രൻ വരുന്ന കാലത്തെ കുറിച്ച് നിങ്ങൾ അജ്ഞരായിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്നു. அதற்கான அடையாளங்களையும் சொல்லி இருக்கிறார். അടയാളങ്ങൾ പറഞ്ഞു. கடைசி நாட்களில் மனுஷகுமாரன் வருகிற நாட்களிலே മനുഷ്യപുത്രൻ വരുന്ന നാളിൽ இயேசு கிறிஸ்து எப்போது வருவாராம்? താനെ എപ്പോഴാണ് വരിക? எப்போது பூமி அதிர்ச்சிகள் அதிகமாகிறதோ, ഭൂകമ്പങ്ങൾ എപ്പോൾ വർദ്ധിക്കുന്നുവോ, பூகம்பங்கள் அதிகமாகிற காலத்தில் இயேசு வருகிறார். ഭൂകമ്പങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യേശു വരും. முதலாவது நூற்றாண்டு முடிகிற வரைக்கும் ഒന്നാം നൂറ്റാണ്ടിന്റെ അന്ത്യം വരെയും 15 பெரிய பூகம்பங்கள் மாத்திரமே உலகத்தில் உண்டானது. വെറും 15 വലിയ ഭൂകമ്പങ്ങളാണ് ഭൂമിയിൽ ഉണ്ടായത്. 16வது நூற்றாண்டு கடைசி வரைக்கும் 16ാം നൂറ്റാണ്ടിന്റെ അന്ത്യം വരെയും 240 earthquakes only. 240 ഭൂമി ഉരുക്കങ്ങൾ മാത്രമാണ് ഉണ്ടായത്. 18வது நூற்றாண்டு முடிகிற வரைக்கும் 18ാം നൂറ്റാണ്ടിന്റെ അന്ത്യം വരെ 543 பெரிய பூகம்பங்கள் மாத்திரமே உண்டானது. 543 വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായി. 19வது நூற்றாண்டு கடைசி வரையிலும் 19ാം നൂറ്റാണ്ടിന്റെ അന്ത്യം വരെയും 640 பெரிய பூகம்பங்கள் மாத்திரமே ஏற்பட்டது. 640 വൻ ഭൂകമ്പങ്ങൾ ഉണ്ടായി. ஆனால் 20வது நூற்றாண்டு கடைசிக்குள்ளாக എന്നാൽ 20ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിനുള്ളിൽ 2119 பெரிய பூகம்பங்கள் உலகத்தில் ஏற்பட்டது. 2119 വൻ ഭൂമി കുലുക്കങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായി. ஆனால் இன்றைக்கு 21வது நூற்றாண்டின் நாட்களிலே എന്നാൽ 21ാം നൂറ്റാണ്ടിന്റെ നാളുകളിൽ உலகத்தில் எங்கேயாயும் ஒரு இடத்திலே, எங்கேயாயும் 2 இடத்திலே ഭൂമിയിൽ ഏതെങ്കിലും 2 സ്ഥലത്ത് பெரிய பூகம்பங்கள் ஏற்பட்டுக் கொண்டிருக்கின்றன. വൻ ഭൂകമ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. இயேசு சொன்னார், കർത്താവ് യേശു പറഞ്ഞു, பூகம்பங்கள் அதிகமாகிற நாட்களில் ഭൂകമ്പങ്ങൾ വർദ്ധിക്കുമ്പോൾ மனுஷகுமாரனுடைய வருகை இருக்கும். മനുഷ്യപുത്രന്റെ വരവുണ്ടാകും. எனக்கு அருமையான சகோதரா, എന്റെ പ്രിയ സഹോദര, இயேசு சொல்கிறார், കർത്താവ് യേശു പറഞ്ഞു, ആ കപടഭക്തിക്കാരെ, பூகம்பங்கள் அதிகமாகிற நாட்களை உங்களுக்கு நன்றாய் தெரிகிறதே. ഭൂകമ്പങ്ങൾ വർദ്ധിക്കുന്ന കാലത്തെ നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ. இந்த காலத்தில் தான் மனுஷகுமாரன் வருவார் என்பதை நீங்கள் அறியாதிருக்கிறது என்ன? ഈ കാലത്ത് തന്നെ മനുഷ്യപുത്രൻ വരുമെന്നുള്ളത് നിങ്ങൾ അറിയാത്തത്. மனுஷகுமாரன் வருவார் என்று சொல்லி நீங்கள் ஆயத்தமாய இராது என்ன? മനുഷ്യപുത്രന്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങാത്തത് എന്ത്? மனுஷனுடைய அக்கிரமங்கள் பெருகி போகும் என்று சொல்லி வசனம் சொல்கிறது. മനുഷ്യൻ അതിക്രമം പെരുകുമെന്ന് ദൈവവചനം പറയുന്നു. இங்கிலாந்து தேசத்திலே ഇംഗ്ലണ്ടിൽ ஒரு பெரிய கத்தீட்ரல், ഒരു വലിയ കത്തീഡ്രൽ, தேவாலயம், വലിയ ദേവാലയം. அந்த தேவாலயத்தில் அரச குடும்பத்தினுடைய திருமணங்கள் மாத்திரமே நடத்தப்படும். അവിടെ രാജകീയ വിവാഹങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. சில வருஷங்களுக்கு முன்புதான் ஒரு மேரேஜ் நடந்தது. ചില വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഒരു വിവാഹം നടന്നു. யாருடைய மேரேஜ் தெரியுமா? ആരുടേതാണ്? உலக புகழ்பெற்ற பாப் சிங்கர் எல்டன் ஜான் அவருடைய மேரேஜ். ലോകപ്രസിദ്ധനായ പോപ്പ് സംഗീതജ്ഞൻ എൽട്ടൺ ജോണിന്റെ വിവാഹം. அந்த எல்டன் ஜானுடைய திருமணத்தின் போது അവന്റെ ആ മനുഷ്യന്റെ വിവാഹ സമയത്ത് உலகத்தில் இருக்கிற எல்லா தலைவர்களும் வாழ்த்துக்கள் சொன்னார்கள். ആ ലോകത്തിലുള്ള എല്ലാ നേതാക്കന്മാരും അവനെ ആശംസ അറിയിച്ചു. அந்த எல்டன் ஜான் ഇംഗ്ലണ്ടിലെ பெரிய அந்த கத்தீட்ரலிலே, ആ ഇംഗ്ലണ്ടിലെ ആ വലിയ കത്തീഡ്രലിൽ யாரை திருமணம் செய்து கொண்டால் தெரியுமா? ആരെയാണ് വിവാഹം കഴിച്ചത്? அவன் ஒரு ஆண், അവൻ പുരുഷനാണ്. இன்னொரு ஆணை அவன் திருமணம் അവൻ செய்தான். മറ്റൊരു പുരുഷനെ കല്യാണം കഴിച്ചു. மிகப்பெரிய ஒரு கத்தீட்ரலில் വലിയ കത്തീഡ്രലിൽ இன்னொரு ஆணை திருமணம் செய்து ആ கொண்டான். ആണും തമ്മിലുള്ള വിവാഹമാണ് നടന്നത്. ஓ, அது தேவாலய குருக்களால் அது ஏற்றுக்கொள்ளப்பட்டது. അത് അവിടുത്തെ ബിഷപ്പുമാരും അത് അംഗീകരിച്ചു. இந்தியாவிலும் கூட ഇന്ത്യയിലും சுப்ரீம் கோர்ட்டிலே சொல்லப்பட்டிருக்கிறது, സുപ്രീം കോടതിയിലെ കേസ് ഇങ്ങനെ പറഞ്ഞു, ஒரு ஆணும் திருமணம் செய்து கொள்வதில் என்ன தவறு என்று சொல்லி நீதிபதிகள் கேட்டிருக்கிறார்கள். 2 ആണുങ്ങൾ തമ്മിൽ കല്യാണം കഴിയുന്നതിൽ എന്നാ കുഴപ്പമെന്നാ സുപ്രീം കോടതിയിലെ ജഡ്ജി വരെ ചോദിച്ചു அந்த കഴിഞ്ഞു. நாட்கள் மிகவும் தொலைவில் இல்லை. ഇത് അധികം ദൂരെയൊന്നുമല്ല ഇവിടെയും. நம்முடைய நாட்டிலேயே ஆணை திருமணம் செய்து கொள்வதற்கு அங்கீகாரம் கொடுக்கப்பட்டு
നടത്തപ്പെട്ട് നമ്മുടെ വരുന്നത്. നാട്ടിലും സ്വവർഗ വിവാഹങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. യേശു சொன்னார், യേശു പറഞ്ഞു, மனுஷருடைய அக்கிரமங்கள் பூமியிலே பெருகி போகிற நாட்களிலே അതിക്രമവും പാപവും ഭൂമിയിൽ പെരുകുമ്പോൾ மனுஷகுமாரனுடைய வருகை இருக்கும் என்று சொன்னார். മനുഷ്യപുത്രന്റെ വരവാകുമെന്ന് കർത്താവ് പറഞ്ഞു. കപടഭക്തിക്കാരെ, எல்லாவற்றையும் பார்க்கும்போது നിങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ நீங்கள் ஒன்றும் தெரியாதவர் போல இருப்பது என்ன என்று சொல்லி അറിയാത്തവരെ പോലെ അജ്ഞത നടിക്കുന്നത് എന്ത്? இயேசுவின் வருகை சமீபம் என்பதை நீங்கள் அறியாதிருக்கிறீர்களா? യേശുവിന്റെ വരവ് എത്രയോ വാതിൽക്കലാണെന്ന് നിങ്ങൾ അറിയാത്തത് എന്ത്? அப்போஸ்தலர்கள் 1வது அதிகாரம் 11வது வசனத்தை வாசிக்க கேட்போம். അപ്പോസ്തല പ്രവൃത്തി Acts of Apostles chapter 1 and verse 11. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 11-ാം വാക്യം. கலிலேயராகிய மனுஷரே, ഗലീല പുരുഷന്മാരെ, ஏன் வானத்தை அண்ணாந்து பார்த்துக் നിങ്ങൾ கொண்டிருக்கிறீர்கள்? ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? உங்கள் கண்களுக்கு முன்பதாக எடுத்துக்கொள்ளப்பட்ட இந்த இயேசுவானவர் அப்படியே மீண்டும் வருவார் என்று சொன்னார்கள். നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവരായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. சீசர்களை பார்த்து ശിഷ്യന്മാരെ നോക്കി தேவதூதர்கள் சொல்லுகிறார்கள், ദൂതന്മാർ പറയുന്നു, கலிலேயராகிய மனுஷரே, ഗലീല പുരുഷന്മാരെ, ஏன் வானத்தை அண்ணாந்து பார்த்துக் கொண்டிருக்கிறீர்கள்? നിങ്ങൾ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് உங்கள் கண்களுக்கு முன்பதாக எடுத்துக்கொள்ளப்பட்ட இந்த இயேசுவானவர் നിങ്ങളുടെ കണ്ണുകൾക്ക് മുൻപിൽ തന്നെ സ്വർഗാരോഹണം ചെയ്ത ഈ യേശു பரலோகத்திலிருந்து மீண்டும் வருவார். അതുപോലെ മടങ്ങി വരും. அல்லேலூயா, ഹല്ലേലൂയ, அல்லேலூயா. ഹല്ലേലൂയ. எங்கெல்லாம் இயேசுவின் வருகை பூமியில் நடக்கின்ற சம்பவங்களோடு கூட ஒப்பிட்டு சொல்லப்படுகிறதோ, എവിടെല്ലാം കർത്താവായ യേശുവിന്റെ വരവ് ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളോട് ചേർത്ത് പറയുന്നുവോ அதெல்லாம் பகிரங்க வருகை குறிக்கிறதா இருக்கிறது. അതെല്ലാം തന്റെ പ്രത്യക്ഷതയെ കുറിച്ചുള്ളതാണ്. இயேசுவின் ரகசிய வருகையிலே എന്നാൽ യേശുവിന്റെ രഹസ്യ വരവിൽ இயேசு கிறிஸ்து பூமிக்கு வருவது, he is not coming to this earth. താൻ ഈ ഭൂമിയിലേക്ക് വരുന്നില്ല. இயேசுவின் பகிரங்க வருகையிலே தான் തന്റെ പ്രത്യക്ഷതയുടെ இயேசு സ്വയം பூமிக்கு வருகிறார். താൻ ഈ ഭൂമിയിലേക്ക് വരുന്നത്. இது அப்போஸ்தலர் 1வது அதிகாரம் 11வது வசனம் അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 11-ാം വാക്യം எந்த வருகை குறிக்கிறது தெரியுமா? ഏത് വരവിനെ കുറിച്ചാണ് இயேசு പറയുന്നത്? கிறிஸ்துடைய 2வது வருகை, பகிரங்க வருகையை குறிக்கிறது. കർത്താവായ യേശുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചാണ്. அவர் அப்படியே மீண்டும் வருவார். താൻ പോയതുപോലെ വീണ്ടും വരും. சகரியா இதை குறித்து தீர்க்கதரிசனமாய் சொல்லுவது சொல்லுகிறார். സക്കറിയ പ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നു. 14வது அதிகாரம் 4வது வசனத்தை வாசித்து பாருங்கள். 11-ാം അധ്യായം 4-ാം വാക്യം. Chapter 14 and verse 4. സക്കറിയ പ്രവചനം 14-ാം അധ്യായം 4-ാം വാക്യം. 14வது அதிகாரம் 4வது வசனம். സക്കറിയ പ്രവചനം 14-ാം അധ്യായം 4-ാം വാക്യം. അന്നാളിൽ இயேசுவின் பாதங்கள் അവന്റെ കാൽ ஒலிவ மலையின் மேல் வந்து நிற்கும். യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. எருசலேமுக்கு எதிரே கிழக்கே இருக்கிற ஒலிவ மலையின் மேல் வந்து நிற்கும். യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. இயேசுவின் பாதங்கள் ஒலிவ மலையின் மேல் வந்து நிற்குமா? യേശുവിന്റെ പാദങ്ങൾ ഒലിവ് മലയിൽ നിൽക്കും. அப்படியானால் இது எந்த வருகை? ഇതേത് വരവിനെ കുറിച്ചാണ്? இது ரகசிய வருகை அல்ல. ഇത് രഹസ്യ വരവിനെ இது ഉദ്ദേശിച്ചല്ല. பகிரங்க வருகை குறித்து சொல்லப்பட்ட காரியம். തന്റെ പ്രത്യക്ഷതയെ കുറിച്ചാണ് പറയുന്നത്. இயேசு இந்த பூமிக்கு வருவதை குறித்து சொல்லப்பட்ட காரியம். താൻ ഈ ഭൂമിയിലേക്ക് വരുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ஹில்டன் இன்டர்நேஷனல் ஹோட்டல்ஸ் என்று சொல்லி ஒரு பெரிய ஒரு நிறுவனம் இருக்கிற ஸ்தாபனம் இருக்கிறது. ഹിൽട്ടൺ ഇന്റർനാഷണൽ ഹോട്ടൽസ് എന്ന് പറഞ്ഞൊരു വലിയ ഹോട്ടൽ ശൃംഖലയുണ്ട്. உலக நாடுகள் எல்லாம் கேபிட்டல் சிட்டியிலும் தங்களுடைய ஹோட்டல்ஸை வைத்திருக்கிறார்கள். ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും തലസ്ഥാനത്ത് ഹിൽട്ടൺ ഹോട്ടൽ ഉണ്ടായിരിക്കും. டெல்லியிலே கூட உண்டு, ഡൽഹിയിലുണ്ട്. அவர்கள் இஸ்ரேலிலே தங்களுடைய ஒரு ஹோட்டலை, ஒரு கிளையை, பிரான்ச்சை ஆரம்பிக்க வேண்டும் என்று சொல்லி தங்களுடைய கம்பெனி இன்ஜினியர்ஸை இடத்தை சோதிக்கும்படியாக அனுப்பினார். ഇസ്രായേലിലെ ഒരു ഇതുപോലെ ഒരു ബ്രാഞ്ചിന്റെ ഒരു ശാഖ ആരംഭിക്കുവാനായിട്ട് അവരെ തങ്ങളുടെ എഞ്ചിനീയർമാരെ അത് തുടങ്ങുവാൻ കെട്ടിടപ്പണിക്ക് വേണ്ടി തങ്ങളുടെ എഞ്ചിനീയർമാരെ ആദ്യമായിട്ട് അയച്ചു. ஒலிவுமலையின் மேலே கட்ட வேண்டும் என்று சொல்லி அந்த நிறுவனம் விரும்பியது. ഒലിവമലയിലാണ് അത് പണിയുവാൻ അവർ ആഗ്രഹിച്ചത്. அவை ஹில்டன் அந்த நிறுவனத்துடைய இன்ஜினியர்ஸ் அந்த ஒலிவுமலையை ஆராய தொடங்கினார்கள். ഹിൽട്ടൺ ഹോട്ടൽ ശൃംഖലയുടെ എഞ്ചിനീയർമാര് ഒലിവുമലയിലെ പരിശോധന നടത്തുമ്പോൾ 6 மாதம் பரிசோதனைக்கு பின்பதாக അവർ 6 മാസത്തോളം ആ സ്ഥലത്ത് പരിശോധന നടത്തി. they found there was a great rift 3000 miles long. ഏതാണ്ട് 3000 അടിയോളം 3000 മൈൽ നീളത്തിലുള്ള ഒരു പിളർപ്പ് ഇതിന്റെ അടിഭാഗത്തൂടെ കടന്നു പോകുന്നത് അവർ ശ്രദ്ധിച്ചു. ஒரு பெரிய பிளவு ഉണ്ടായിരുന്നதை അവர்கள் കണ്ടു. ഒരു വലിയ പിളർപ്പ് ഇതിന്റെ ഒലിവുമലയുടെ അടിയിൽ ഉണ്ടായിരിക്കുന്നതായിട്ട് അവർ കണ്ടു. அவர்கள் தங்களுடைய ஹெட்குவார்ட்டர்ஸ்க்கு அந்த தகவலை அனுப்பினார்கள். ഇത് കണ്ടിട്ട് എഞ്ചിനീയർമാർ അവരെ കേന്ദ്ര സ്ഥാനത്തേക്ക് റിപ്പോർട്ട് ചെയ്തു. ஆகவே ஒலிவுமலை
மேலே அவர்கள் தங்களுடைய ஹோட்டலை கட்டும் காரியத்தை அவர்கள் கைவிட்டு விட்டார்கள். അങ്ങനെ ഒലിവുമലയിലുള്ള അവരുടെ ഹോട്ടൽ നിർമ്മാണ പദ്ധതി അവർ വേണ്ടാന്ന് വെച്ചു. அது மாத்திரமல்ல எந்த கட்டடங்களும் ஒலிவுமலை மேலே கட்டப்படக்கூடாது என்று சொல்லி தடை ஏற்பட்டு ഇത് விட்டது. മാത്രമല്ല മറ്റു കെട്ടിട നിർമ്മാണം പോലും അവിടെ നിരോധിച്ചു. ஏன் அந்த பெரிய ஒரு விரிசல் உண்டாயிருக்கிறது? എന്തിനാണ് ഈ അടിയിലെ ഈ പിളർപ്പ് എന്തിനാണ് സംഭവിച്ചിരിക്കുന്നത്? சகரியா சொல்லுகிறார், സക്കറിയാവ് പറയുന്നു, അന്നാളിൽ எனக்கு எருசலேமுக்கு எதிரே இருக்கிற യെരൂശലേമിന് എതിരെ കിഴക്കുള്ള ஒலிவமலை மேல் இயேசுவின் பாதங்கள் வந்து நிற்கும். ഒലിവുമലയിൽ യേശുവിന്റെ കാലുകൾ തൊടും. அப்பொழுது ஒலிவமலை അപ്പോൾ ഒലിവുമല நடுவிலே കിഴക്ക് പടിഞ്ഞാറായി ഇങ്ങയാ ഈസ്റ്റ് அப்பொழுது ஒலிவமலை അപ്പോൾ ഒലിവുമല பெரிய ஒரு பள்ளத்தாக்கு உண்டாகும்படியாக രണ്ടായി പിളർന്നൊരു വലിയ താഴ്വര ഉണ്ടാകും. കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. കിഴക്ക് പടിഞ്ഞാറായിട്ട് അത് രണ്ടായി പിളർന്നു പോകും. ஒலிவமலை கிழக்கு மேற்காக இரண்டாக பிளக்கும். ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായിട്ട് രണ്ടായി പിളരും. ஆனால் அந்த பிளந்த பகுதி சாய்வது எப்படி என்றால் ആ പിളർന്ന ഭാഗം എങ്ങോട്ടാണ് ചായുന്നത്? ஒரு பகுதி வடக்காகவும் ஒரு பகுதி தெற்காகவும் சாயும். അതിന്റെ ഒരു പാതി വടക്കോട്ടും മറ്റൊരു പാതി തെക്കോട്ടും തിരിയും. கிழக்கு மேற்காக ஒலிவமலை பிளக்குமானால் കിഴക്ക് പടിഞ്ഞാറായി ഒലിവുമല പിളർക്കുമെങ്കിൽ கிழக்கு மேற்காகத்தான் ஒலிவமலை சாய வேண்டும். അത് കിഴക്ക് പടിഞ്ഞാറായിട്ടാണ് ചരിയേണ്ടത്. ஆனால் கர்த்தருடைய பாதங்கள் பட்டது நிமித்தமாக യേശുവിന്റെ പാദങ്ങൾ അവിടെ സ്പർശിക്കയാൽ அது அனிருஷ்யமாக அது பிரிகிறது. അത് തികച്ചും അസാധാരണമായ രീതിയിൽ രണ്ടായി പിരിയും. ஒரு பகுதி வடக்கையும் ஒரு பகுதி தெற்கையுமாக பிரிகிறது. അതിന്റെ ഒരു പാതി വടക്കോട്ടും മറ്റൊരു പാതി തെക്കോട്ടും പോകും. அதுமூலமாக ஒரு பெரிய பள்ளத்தாக்கு உண்டாகும். അതുപോലെ ഒരു വലിയ താഴ്വര ഉണ്ടാകും. அந்த பள்ளத்தாக்கின் வழியாக இயேசு தம்முடைய பரிசுத்தவான்கள் யாவரோடு கூட கடந்து வருவார். ആ താഴ്വരയിലൂടെ കർത്താവും തന്റെ വിശുദ്ധന്മാരെ കടന്നു വരും. അന്തിക്രിസ്തുവോടും ഒരു സർവ്വ സേനയോടും കൂടെ യേശു യുദ്ധം செய்வார். അന്തിക്രിസ്തുവിനോടും അവരുടെ സൈന്യത്തോടും എന്റെ കർത്താവ് യുദ്ധം ചെയ്യും. சகோதரா சகோதரி ரகசிய வருகைக்கு பின்பதாக രഹസ്യ വരവിന് ശേഷം 7 வருடங்கள் கடந்து நடக்க போகிற ஒரு சம்பவத்திற்கு 7 വർഷക്കാലം നടക്കുന്ന സംഭവത്തിന് 7 வருஷங்கள் பின்பதாக 7 വർഷത്തിന് ശേഷം നടക്കുന്ന സംഭവത്തിന് ரகசிய வருகைக்கு பின்பதாக തന്റെ രഹസ്യ വരവിന് ശേഷം 7 வருடங்கள் கடந்த பின்பு 7 വർഷത്തിന് ശേഷം நடக்க போகிற ஒரு பகிரங்க வருகைக்கு നടക്കാൻ പോകുന്ന തന്റെ പ്രത്യക്ഷതയ്ക്ക് இந்த ஒலிவமலை ஆயத்தப்படுத்திக் கொண்டிருக்கிறது. ഒലിവുമല ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ இன்னும் ரகசிய வருகை நடக்கவில்லை. ഇതുവരെയും എന്റെ കർത്താവിന്റെ രഹസ്യ വരവ് ഉണ്ടായിട്ടില്ല. എന്നാൽ இன்னும் 7 வருடங்கள் கடந்து நடக்க போகிற ஒரு சம்பவத்திற்கு 7 വർഷം അതും തന്റെ രഹസ്യ സഭയ്ക്ക് വേണ്ടിയുള്ള വരവിനും 7 വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന സംഭവത്തിന് ஒலிவமலை இப்பொழுதே தன்னை ஆயத்தப்படுத்திக் கொண்டு வருகிறார். ഭൂമിശാസ്ത്രപരമായി ഒലിവുമല ഇപ്പോൾ തന്നെ ഒരുക്കുന്നു എങ്കിൽ தேவனுடைய ஜனம் எவ்வளவு அதிகமாக ஆயத்தப்பட வேண்டும். ദൈവജനം എത്രയധികമായി ഒരുങ്ങിയിരിക്കുന്നു. அந்த நாள் எது என்று தெரியாது. ആ നാളെ ഏതാന്ന് നമുക്കറിയത്തില്ല. நாளிகை எது என்று தெரியாது. നാഴിക ഏതാന്ന് നമുക്കറിയത്തില്ല. அந்த காலம் எது என்று தேவ ஜனங்கள் அறிந்திருக்க வேண்டும் என்று சொல்லுகிறார். അത് സംഭവിക്കുന്ന കാലം എന്താണെന്ന് ദൈവജനം അറിഞ്ഞിരിക്കണം. പറയുന്നു, நீங்கள் அந்த காலத்தை அறிந்து கொள்வீர்கள். ஆனால் നിങ്ങൾ ആ കാലത്തെ കുറിച്ച് ബോധമുള്ളവരാകുമെങ്കിൽ சும்மா இருக்க முடியாது. വെറുതെ ഇരിക്കാൻ സാധ്യമല്ല. ஏழையா ஒரு மனிதன் பல ஆயிரங்கள் செலவு செய்து இப்படிப்பட்ட ஒரு பந்தல் அமைத்து இப்படிப்பட்ட ஒரு கன்வென்ஷன் ஏற்பாடு செய்து இப்படிப்பட்ட ஒரு வார்த்தை சொல்ல வேண்டும். എന്തിനു വേണ്ടിയാണ് ഇത്രയധികം പണം, ആയിരക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരു പന്തൽ ക്രമീകരിച്ച് ആളുകളെല്ലാം വിളിച്ചുകൂട്ടി എന്തിനാണ് ഈ വിളിച്ചു പോകുന്നത്? என்னோடு வசிக்கின்ற இந்த திருச்சூர் பட்டணத்தில் ஒரு ஜனம் கூட நரகத்துக்கு போக கூடாது. ഈ തൃശൂർ പട്ടണത്തിൽ നിന്ന് ഒരു ജനം പോലും നരകത്തിലേക്ക് പോകരുത്. യേശു ക്രിസ്തു വരുമ്പോൾ இந்த ஜனங்கள் எடுத்துக்கொள்ளப்பட வேண்டுமே. യേശു വരുമ്പോൾ ഈ ജനം അവിടെ കാണണം. ஹல்லேலூயா, 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 ஹல்லேலூயா. இந்த வருஷம் தொடங்கி ഈ വർഷം മുതൽ மத்திய அரசாங்கம் ஆதார் என்கிற ஒரு கார்டை அறிமுகப்படுத்தி இருக்கிறது. 2012 മുതല് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ആധാർ എന്ന് പറഞ്ഞ ഒരു കാർഡ് നടപ്പിൽ വരുത്തുകയാണ്. அந்த கார்டு இருந்தால்தான் இனி வரும் நாட்களிலே இந்த உலகத்திலே செய்ய வேண்டிய காரியங்களை செய்ய முடியும். ആ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും നാട്ടിൽ ചെയ്യാനൊക്കത്തുള്ളൂ. அந்த கார்டு இல்லாதவனுக்கு ஒன்றும் செய்ய முடியாது. ആ കാർഡ് ഇല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. எதற்கு ஆயத்தமாகி இருக்கிறது? എന്തിനായിട്ട് ഇതൊരുക്കി? அந்திகிறிஸ்துவின் நாட்களிலே അന്തിക്രിസ്തുവിന്റെ കാലത്ത് அவருடைய இலக்கம் பொறிக்கப்பட்ட நெற்றியிலாகிலும் வலது கை மணிக்கட்டாகிலும் அந்திகிறிஸ்துவின் அடையாள எண்கள் பொறிக்கப்படாதபடிக்கு നെറ്റിയിലോ
കൈമേലോ അന്തിക്രിസ്തുവിന്റെ മുദ്ര ഏൽക്കാത്ത ஒரு மனிதரும் ஒன்றை வாங்கவும் முடியாது, ஒன்றையும் விற்கவும் முடியாது. ഒരു മനുഷ്യനും വാങ്ങാനും വിൽക്കാനും കഴിയാത്ത കാലം വരുന്നു. அந்த காலத்தில் வருவதற்கு முன்பதாகவே, കാലം വരുന്നതിന് മുൻപ് இப்பொழுது மத்திய அரசாங்கம் கூட அதுக்கு ஆயத்தமாகிக்கொண்டு, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കൂടെ അതിന് സന്നദ്ധരായിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളതിനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. நன்றாக கவனிங்கள். ശ്രദ്ധിക്കുക. கொஞ்ச நாட்களுக்கு முன்பதாக ചില നാളുകൾക്ക് മുൻപ് அது சாத்தியமா என்று சொன்னார்கள். അത് സാധ്യമാണോ എന്ന് ചോദിച്ചു. ஒவ்வொருவருக்கும் ஒரு எண்ணை பதிப்பது என்பது சாத்தியமா என்று சொன்னார்கள். ഓരോരുത്തർക്കും ഓരോ പ്രത്യേക സംഖ്യ അക്കത്തിലുള്ള ഒരു നമ്പർ കൊടുക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം വന്നു. ஆனால் இன்றைக்கு அது சாத்தியம் என்று சொல்லி மக்கள் ஒத்துக்கொள்கிறார்கள். എന്നാൽ ഇന്നത് സാധ്യമാണെന്ന് ചിലപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ஒவ்வொருவருடைய கையிலும் மொபைல் இருக்கிறது. ഓരോ മനുഷ്യന്റെയും കയ്യിൽ ഓരോ മൊബൈൽ ഉണ്ടല്ലോ. ஒவ்வொரு மொபைலிலும் 9 அல்லது 10 11 എണ്ണുകൾ ഉണ്ടായിരിக்கிறது. ഓരോ മൊബൈലിലും 9 മുതൽ 11 വരെയുള്ള അക്കങ്ങളും ഉണ്ടല്ലോ. சில பேர் 2-3 மொபைல்கள் உபயோகப்படுத்துகிறார்கள். ചിലർ 2-3 മൊബൈൽ കൊണ്ട് നടക്കുന്നു. எல்லா நம்பரையும் அவர்கள் தெளிவாய் அவர்கள் மனனம் செய்திருக்கிறார்கள். എല്ലാ നമ്പരും അവരെ വ്യക്തമായി ഓർത്തിരിക്കുന്നു. பிச்சை எடுக்கிறவர்கள் கூட ഭിക്ഷക്കാർ പോലും இன்னைக்கு மொபைல் வைத்திருக்கிறார். മൊബൈൽ കയ്യിൽ വെച്ചിരിക്കുക. மனைவியை பார்த்து கேட்கிறான், ஒய்ஃபை பார்த்து கேட்கிறான், ഭാര്യയോട് ചോദിക്കുക, நான் இங்க பிச்சை எடுத்துக்கிட்டு இருக்கேன், நீ எங்க பிச்சை எடுத்துக்கிட்டு இருக்கேன்னு கேட்கிறான். അവൻ ഭാര്യയോട് ചോദിക്കുക, ഞാൻ ഇന്ന സ്ഥലത്തായിക്കൊണ്ട് തെണ്ടിക്കൊണ്ടിരിക്കുന്നേ, നീ ഇപ്പൊ എവിടാ തെണ്ടുന്നേ? பிச்சை எல்லாம் எடுத்து முடிந்தா விட்டதா சொல்லி கேட்கிறான். നിന്റെ ജോലി കഴിഞ്ഞോ, നീ തെണ്ടി കഴിഞ്ഞോ? ഭാര്യയോട് മൊബൈലിൽ ചോദിക്കുക, எவ்வளவு கிடைச்சதுன்னு சொல்லி கேட்கிறான். നിനക്ക് എത്ര കിട്ടിയെന്ന് അവളോട് ചോദിക്കുക. அவன் கூட மொபைல் வச்சிருக்கான். ഭിക്ഷക്കാരൻ വരെ സെൽഫോൺ വെച്ചിരിക്കുക. அவனுக்கு கூட 9 எண் தெளிவாய் தெரிகிறது. അവന് പോലും 9 അക്കം കൃത്യമായിട്ട് അറിയാം. அப்படியானால் அந்திகிறிஸ்து நாட்களிலே എങ്കിൽ അന്തിക്രിസ്തുവിന്റെ കാലത്ത് அவருடைய அடையாள எண்கள், അവന്റെ അടയാളത്തിന്റെ സംഖ്യ எல்லாருடைய நெற்றியிலும் வலது கையிலும் பொறிப்பது என்பது சாத்தியமாக கூடிய ஒரு காரியம். സകല മനുഷ്യരുടെയും നെറ്റിയിലും കയ്യിലും അത് പതിക്കുക എന്നുള്ളത് എളുപ്പമായ കാര്യമാണ്. இன்றைக்கு ஆயத்தமாகிக் கொண்டிருக்கிறது உலகம். ലോകം മുഴുവൻ ഇപ്പോഴേ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. விசுவாசியே, വിശ്വാസിയെ, ദൈവജനമേ, நீங்கள் ஆயத்தமாயிருக்கிறீர்களா? നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? நீங்கள் ஆயத்தமாக வேண்டும் என்பதற்காகவே അതിനായി ഒരുങ്ങണമെന്നുള്ളത് കൊണ്ടാണ് ராத்திரி வேளையிலே தேவனுடைய ஆவியானவரோடு கூட பேசிக் கொண்டிருக்கிறார். രാത്രിയിലെ ദൈവാത്മാവ് നിങ്ങളോട് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ராப்சர் என்றால் என்ன என்று சொன்னேன். ഉൽപ്രാവണം എന്ന് പറഞ്ഞാൽ എന്താണ്? அது எப்போது சம்பவிக்கும் என்று சொல்லி അത് சொன்னேன். എപ്പോൾ സംഭവിക്കുമെന്ന് പറഞ്ഞു. அது எவ்வளவு நேரத்தில் சம்பவிக்கும்? അത് എത്ര സമയത്തിനുള്ളിൽ സംഭവിക്കും? எவ்வளவு நேரத்தில் சம்பவிக்கும்? എത്ര നേരത്തിനുള്ളിൽ സംഭവിക്കും? 1 கொரிந்தியர் 15வது அதிகாரத்திலே 51வது வசனத்தை வாசித்து பாருங்கள். 1 കൊരിന്ത്യർ 15 and verse 51. 15ാം അധ്യായത്തിന്റെ 51ാം വാക്യം. 1 കൊരിന്ത്യർ 15ാം അധ്യായം 51ാം വാക്യം. இதோ ஒரு ரகசியத்தை நான் உங்களுக்கு சொல்கிறேன். ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. மர்மம் என்றால் என்ன? എന്താണ് മർമ്മം? ஒருவருக்கும் தெரியாத ஒன்றை வெளிப்படுத்துவது. ആർക്കും അറിയാത്ത ഒരു രഹസ്യം വെളിപ്പെട്ട് அந்த ரகசியத்தை இயேசு பவுலோப்போஸ்தலனுக்கு வெளிப்படுத்தி இருக்கிறார். ആ രഹസ്യത്തെ, ആ മർമ്മത്തെ പൗലോസിനെ കർത്താവ് വെളിപ്പെടുത്തി. கர்த்தரிடமிருந்து பெற்றுக்கொண்ட அந்த ரகசியத்தை കർത്താവിൽ നിന്ന് പ്രാപിച്ച ആ മർമ്മത്തെ பவுல் சபைக்கு தெரியப்படுத்துகிறார். പൗലോസ് സഭയ്ക്ക് വെളിപ്പെടുത്തുന്നു. என்ன ரகசியத்தை தெரியப்படுத்துகிறார்? എന്താണ് അവർ പറയാനുള്ളത്? நாம் எல்லாரும் നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. நாம் நித்திரை அடைவதில்லை. നാം നിദ്ര കൊള്ളുകയില്ല. நாம் எல்லாரும் ஒரு நிமிஷத்தில் கடைசி எக்காலம் தொடிக்கும் போது, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ ஒரு நிமிஷத்திலே പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ ஒரு நிமிஷத்திலே ஒருமைப்படுதலே நாம் எல்லாரும் மறுரூபமாக்கப்படுவோம். പെട്ടെന്ന് നിമിഷാർത്ഥത്തിൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. നിമിഷാർത്ഥം കൊണ്ട് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടും. നിമിഷം എന്നാൽ என்ன என்று നമുക്ക് தெரியும். ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. ട്വിങ്ക്ലിംഗ് ഓഫ് an eye. കണ്ണിമയ്ക്കുക എന്ന് പറഞ്ഞാൽ, കണ്ണിമയ്ക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. കണ്ണ് മൂടുകിற നേരമാ, കണ്ണ് അടയ്ക്കുന്ന സമയമാണ്, കണ്ണ് തിറക്കിற നേരമാ, കണ്ണ് തുറക്കുന്ന സമയമാണ്, കണ്ണ് മൂടി തിറക്കിற നേരമാ, അതോ കണ്ണ് അടച്ചു തുറക്കുന്ന സമയമാണോ? കണ്ണ് മൂടുന്ന നേരമാ, കണ്ണ് തിറക്കിற നേരമാ, കണ്ണ് അടയ്ക്കുന്ന സമയമോ കണ്ണ് തുറക്കുന്ന സമയമോ? വായ തിറക്ക സുന്നേ, വാദം പറഞ്ഞാട്ടെ. കണ്ണ് മൂടുന്ന നേരമാ, കണ്ണ് തിറക്കിற നേരമാ? കണ്ണ് അടയ്ക്കുന്ന സമയമാണോ അതോ കണ്ണ് തുറക്കുന്ന സമയമാണോ? கண்ணை மூடுகிற சமயம் இல்ல, கண்ணை திறக்கிற சமயமும் கிடையாது. கண்ணை
അടയ്ക്കുന്ന സമയമല്ല, കണ്ണ് തുറക്കുന്ന സമയമല്ല. ഇമൈപ്പൊഴുതി എன்கிற വാர்த்தை, കണ്ണിമയ്ക്കുക എന്ന് പറഞ്ഞ വാക്ക് ഗ്രേക്ക് മൊഴിയിലെ, ഗ്രേക്ക് വാർത്തയിലെ, ഗ്രീക്ക് ഭാഷയിൽ എന്നട്ടോമ, ENATOMA, എന്നട്ടോമ, എന്നാട്ടോമ എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന പദം. എന്നട്ടോമ என்றால் എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു സെക്കൻഡിന് 100 പിരിവാக പിരിத்து 100 വിഭജിച്ച് 11 പിരിവ് എவ்வளவோ 11 അതിന്റെ 11 ഭാഗം എത്രയോ? 100 ഒരു സെക്കൻഡിന്റെ 100ൽ 11 ഭാഗം. 100 പിരിത്ത് അത് 11 ഭാഗം. ഒരു സെക്കൻഡിനെ 100 ഭാഗിച്ച് അതിന്റെ 11 ഭാഗം, അല്ലെങ്കിൽ 100ൽ 11. ENATOMA, എന്നാട്ടോമ எவ்வளவு நேரம் என்று சொல்ல முடியாது. എത്ര സമയം എന്ന് പറയാനൊക്കെയല്ല. இங்கே இருந்து குருவாயூர் 100 கிலோமீட்டர் என்று வைத்துக் கொள்வோம். ഇവിടുന്ന് ഗുരുവായൂർ 100 കിലോമീറ്റർ என்ன இருக்குது? എറണാകുളം ஓகே ரைட். எர்ணாகுளம் வைத்துக் கொள்வோம் 100 கிலோமீட்டர். ഇവിടെ എറണാകുളത്തിന് 100 കിലോമീറ്റർ ബൈപാസ് വഴിயாக போகிறோம். ബൈപാസ് വഴി പോവുക. 100 കിലോമീറ്റർ എന്ന് வைத்துக் கொள்வோம். 100 കിലോമീറ്റർ വെക്കുക. நான் இப்பொழுது 100 கிலோமீட்டர் ஸ்பீடிலே நான் போகிறேன். ഞാനിപ്പോൾ 100 കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. எவ்வளவு நேரத்துல போய் சொல்லலாம்? എത്ര സമയം കൊണ്ട് എനിക്ക് അവിടെ എത്താം? சொல்லுங்களேன். എത്ര മണിക്കൂർ? போகலாம். എറണാകുളത്തിന് 100 കിലോമീറ്റർ ദൂരം ഉണ്ടെങ്കിൽ നമ്മൾ 100 കിലോമീറ്റർ സ്പീഡിൽ പോവുക. എത്ര സമയം കൊണ്ട് അവിടെ എത്താം? 60 മിനിറ്റ്ஸ்ல போகலாம். 60 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്താം. യേശുவை குறித்து, அவருடைய வருகை குறித்து இன்னொரு வசனம் சொல்கிறதை கவனிங்கள். യേശുവിന്റെ വരവിനെ കുറിച്ച് ഇന്ന് വേറൊരു വാക്യം പറയുന്നത് Matthew chapter 24 and verse 27. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 27-ാം വാക്യം. As the lightning goes from the east to the west, മിന്നൽ പുറപ്പെട്ട് കിഴക്ക് നിന്ന് പടിഞ്ഞാറോളം വിളങ്ങുവോളം, மின்னல் கிழக்கிலிருந்து புறப்பட்டு மேற்கிலே சடுதியாய் மறைவதை போல, മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങുവോളം பார்த்துக் கொண்டிருக்கிற நேரத்திலே தானே നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ மின்னல் தோண்டி சடுதியாய் மறைந்து விடுகிறது. മിന്നൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു മറയുന്നു. பல 100 കിലോമീറ്റർക്ക് മുൻപതാകவே കിഴക്കിலே தோன்றி 100 കിലോമീറ്റർ മുൻപ് കിഴക്ക് ആരംഭിച്ചു 100 കിലോമീറ്റருக்கு அப்பால் மேற்கிலே மறைகிறது. മറ്റനേക 100 കിലോമീറ്റർ അപ്പുറം പടിഞ്ഞാറ് അവസാനിക്കുന്നു. ஒரு க்ஷணம் பொழுதிலே மின்னல் தோண்டி மறைகிறது. ഒരു നൊടിയിടയ്ക്കുള്ളിൽ യേശു சொல்கிறார், യേശു പറയുന്നു, മനുഷ്യകുമാരനുடைய வருகையின் மின்னலை போலவே இருக்கும். മനുഷ്യപുത്രന്റെ വരവും അതുപോലെയാകും. ஒளியின் வேகம், ஸ்பீட் ஆஃப் த லைட் எவ்வளவு தெரியுமா? ஒளியின் வேகம் எவ்வளவு தெரியுமா? പ്രകാശത്തിന്റെ വേഗം എത്രയാണെന്ന് അറിയാമോ? ஒரு வினாடிக்கு ഒരു സെക്കൻഡിന് 2,79,408 കിലോമീറ്റർ. സെക്കൻഡില് 2,79,408 കിലോമീറ്റർ. ഒരു സെക്കൻഡിലെ ഒളി 2,79,408 കിലോമീറ്റർ അത് കടന്നു செல்கிறது. ഒരു സെക്കൻഡിൽ 2,79,408 കിലോമീറ്റർ ദൂരം പ്രകാശം സഞ്ചരിക്കുന്നു. இப்பொழுது நாம் எர்ணாகுளத்துக்கு போவோம். എറണാകുളത്തിന് പോവാം. 100 കിലോമീറ്റർ സ്പീഡിൽ പോனா 60 മിനിറ്റ്സിൽ പോകണം. 100 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ നമുക്ക് 60 മിനിറ്റ് കൊണ്ട് അവിടെ എത്താം. 200 കിലോമീറ്റർ സ്പീഡിൽ പോனா 200 കിലോമീറ്റർ സ്പീഡിൽ പോയാലോ 30 മിനിറ്റ്സിൽ പോകണം. 30 മിനിറ്റ് കൊണ്ട് അവിടെ എത്താം. 400 കിലോമീറ്റർ സ്പീഡിൽ പോனா 400 കിലോമീറ്റർ സ്പീഡിൽ പോയാലോ 15 നിമിഷത്തിൽ പോകണം. 15 മിനിറ്റ് കൊണ്ട് അവിടെ എത്താം. 800 കിലോമീറ്റർ സ്പീഡിൽ പോனா 800 കിലോമീറ്റർ സ്പീഡിൽ 7 നിമിഷത്തിൽ പോകണം. 7 മിനിറ്റ് കൊണ്ട് അവിടെ എത്താം. 1600 കിലോമീറ്റർ സ്പീഡിൽ പോனா 1600 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ 225 സെക്കൻഡ്സിൽ പോയി சேர்ந்து விடலாம். 225 സെക്കൻഡിൽ ചെന്നെത്താം. 3200 കിലോമീറ്റർ സ്പീഡിൽ പോனா 3200 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ 112 സെക്കൻഡിൽ പോയി சேர்ந்து விடலாம். 112 സെക്കൻഡിൽ നമുക്ക് അവിടെ എത്താം. 6400 കിലോമീറ്റർ സ്പീഡിൽ പോனா 6400 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ 56.5 സെക്കൻഡിൽ പോയി சேர்ந்து விடலாம். 56.5 സെക്കൻഡിൽ അവിടെ എത്താം. 2800 കിലോമീറ്റർ സ്പീഡിൽ പോனா 12800 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ 28 സെക്കൻഡിൽ പോയി சேர்ந்து விடலாம். 28 സെക്കൻഡിൽ ചെന്നെത്താം. 25600 കിലോമീറ്റർ സ്പീഡിൽ പോனா 25600 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ 14 സെക്കൻഡിൽ പോയി சேர்ந்து விடலாம். 14 സെക്കൻഡിൽ ചെന്നെത്താം. 51200 കിലോമീറ്റർ സ്പീഡിൽ പോனா 51200 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ 7 സെക്കൻഡിൽ പോയി சேர்ந்து விடலாம். 7 സെക്കൻഡിൽ അവിടെ എത്താം. 1,02,400 കിലോമീറ്റർ സ്പീഡിൽ പോனா 1,02,400 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ 3 സെക്കൻഡിൽ പോയി சேர்ந்து விடலாம். 3.5 സെക്കൻഡിൽ എത്താം. 2,04,800 കിലോമീറ്റർ സ്പീഡിൽ പോனா 2,04,800 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ 1.25 സെക്കൻഡിൽ പോയി சேர்ந்து விடலாம். 1.25 സെക്കൻഡ് കൊണ്ട് അവിടെ എത്താം. 4,09,600 കിലോമീറ്റർ സ്പീഡിൽ പോனா 4,09,600 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ ഒരു സെക്കൻഡിൽ അത് കൂടെ ഒരു സെക്കൻഡ് കൂടെ 1 സെക്കൻഡ് പോലും വേണ്ട, അതിനുള്ളിൽ അവിടെ എത്താം.
യേശു മിന്നலை போல அவருடைய வருகை இருக்கும் என்று சொல்கிறார். എന്റെ കർത്താവായ യേശുവിന്റെ വരവ് മിന്നൽ പോലെ ആയിരിക്കും എന്ന് പറയുന്നു. മിന്നലിൻ വേഗം 2,79,400 കിലോമീറ്റർ സ്പീഡിൽ இருக்குமையானால் പ്രകാശവേഗം 2,79,408 കിലോമീറ്റർ വേഗം ഉണ്ടെങ്കിൽ മിന്നலை ഉണ്ടാക്കിன യേശുവിന്റെ വേഗം, മിന്നലിനെ സൃഷ്ടിച്ച എന്റെ യേശുവിന്റെ വേഗം, ജനത്തെ അழைத்துக் കൊള്ളുம்படிയായി வருகின்ற വേഗം, തന്റെ ജനത്തെ സ്വീകരിക്കുവാൻ അവരെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വരുന്ന ആ വേഗം എത്ര വേഗമായിരിക്കും, എത്ര വേഗമായിരിക്കും. கவனிங்கள், ശ്രദ്ധിക്കുക. இயேசுவின் ரகசிய வருகையின் போது, യേശുവിന്റെ രഹസ്യം காதல சத்தம் தொனிக்கும் போது, കാലം ധരിക്കുമ്പോൾ ஒரு வினாடி முடிவதற்குள்ளாக കണ്ണിമയ്ക്കുന്നതിനുള്ളിൽ സെക്കൻഡിനുള്ളിൽ திருச்சூரில் இருக்கிற தேவ ஜனங்கள் തൃശ്ശൂരിലുള്ള ദൈവജനം நித்தியவாசிகளாய் மாறிவிடுவார். അവർ തേജസ്സിന്റെ അവകാശികളായി മാറും. കൈകളടിച്ച് ദൈവത്തെ ബോധപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. கண்ணீரே இல்லாத, கவலையே இல்லாத, കണ്ണീരില്ലാത്ത, ദുഃഖമില്ലാത്ത நித்தியத்திற்குள்ளாய் கடந்து சென்று விடுவோம். നിത്യതയിലേക്ക് കണ്ണിമയ്ക്കുന്നതിനുള്ളിൽ சகோதரி, സഹോദര സഹോദരി, ஒரு க்ஷணம் பொழுதிலே கர்த்தரை மாற்றும்படியாக കണ്ണിമയ്ക്കുന്നതിനുള്ളിൽ നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ இயேசு சீக்கிரமாய் வருகிறார். എന്റെ യേശു വേഗം വരും. இயேசு சீக்கிரமாய் வருகிறார். യേശു വേഗം വരും. ஹல்லேலூயா, 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 ஹல்லேலூயா. ഹല്ലേലൂയ. ராப்சர் என்றால் என்ன என்று சொன்னேன். ഉൽപ്രാവണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. எப்போது சம்பவிக்கும் என்று விளக்கினேன். എപ്പോൾ സംഭവിക്കുമെന്ന് പറഞ്ഞു. எவ்வளவு நேரத்தில் வரும் என்று சொன்னேன். എത്ര സമയം എടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. நான்காவதாக where will it happen? അടുത്തതായിട്ട് അത് എവിടെയാണ് സംഭവിക്കുക, எந்த இடத்தில் அது சம்பவிக்கும்? ഏത് സ്ഥലത്താണ് സംഭവിക്കുക. 1 தெசலோனிக்கர் 4:16 அப்போஸ்தலனாகிய பவுல் சொல்கிறார், 1 തെസ്സലോനിക്കർ 4:16 പൗലോസ് പറയുന്നു, ஏனெனில் கர்த்தர் தாமே കർത്താവ് താൻ ஆரவாரத்தோடும் ഗംഭീരനാഥത്തോടും பிரதான தூதனுடைய சத்தத்தோடும் പ്രധാന ദൂതന്റെ ശബ്ദത്തോടും எக்காலத்தோடும் ദൈവത്തിന്റെ കാലത്തോടും வானத்திலிருந்து இறங்கி வருவார். സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. அப்பொழுது അപ്പോൾ கிறிஸ்துவுக்குள் மரித்தவர்கள் முதலாவது எழுந்திருப்பார்கள். ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. பின்பு உயிரோடு இருக்கும் நாமும் പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം கர்த்தருக்கு எதிர்கொண்டு போக അവരോട് ഒരുമിച്ച് மேகங்கள் மேல் அவர்களோட கூட ஆகாயத்தில் எடுத்துக் கொள்ளப்பட்டு ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. நாம் எங்கே எடுக்கப்படுவோம்? എവിടെ എടുക്കപ്പെടും? ஆகாயத்தில் எடுக்கப்படுவோம். ആകാശത്തിൽ എടുക്കപ്പെടും. We will be taken in the middle air. മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. மத்திய ஆகாயத்தில் நாம் எல்லாரும் எடுத்துக் கொள்ளப்படுவோம். മധ്യാകാശത്തിലേക്ക് നാം എടുക്കപ്പെടും. ஹல்லேலூயா, ഹല്ലേലൂയ, ஹல்லேலூயா, ഹല്ലേലൂയ. ஸ்தோத்திரம். இயேசு கிறிஸ்து ஒவ்வொரு தேசமாக தம்முடைய ஜனங்களை சேர்த்துக் கொண்டு வரப்போவதில்லை. ഓരോ രാജ്യത്ത് ചെന്ന് അവിടുന്ന് എല്ലാം തന്റെ ജനത്തെ കൂട്ടി അല്ല എന്റെ കർത്താവ് പോകുന്നത്. உலகத்தில் இருக்கிற எல்லா ஜனங்களும் ஒரு க்ஷணம் பொழுது மத்திய ஆகாயத்தில் கூட்டி சேர்த்து ലോകമെമ്പാടുമുള്ള തന്റെ ജനമെല്ലാം കണ്ണുവെക്കുന്നതിൽ മധ്യാകാശത്തിലേക്ക് ചേർക്കപ്പെടും. நேரத்தில் மத்திய ஆகாயத்தில் எடுத்துக் கொள்ளப்படுவோம். കണ്ണുവെക്കുന്നതിൽ മധ്യാകാശത്തിലേക്ക് ചേർക്കപ്പെടും. மண்ணுக்குரியவர்களாகிய நாம் கண்ணிமைக்கு நேரத்தில் விண்ணுக்குரியவர்களாய் மாறிவிடுவோம். മൺമയരായ നാം കണ്ണുവെക്കുന്നതിനിടയിൽ വിൺമയരായി സ്വർഗീയരായി മാറും. ஹல்லேலூயா, ഹല്ലേലൂയ, ஹல்லேலூயா. ഹല്ലേലൂയ. எந்த நேரத்திலே நடக்கும்? അത് ഏത് സമയത്താണ് നടക്കുന്നത്? At what time will it happen? ഏത് സമയത്താണ് നടക്കുന്നത്? எந்த நேரத்திலே கர்த்தருடைய ரகசிய வருகை நடக்கும்? ഏത് സമയത്താണ് എന്റെ லூக்காவிலே കർത്താവിന്റെ 17வது அதிகாரத்திலே 34வது வசனத்திலே இயேசு சொல்கிறார். ലൂക്കാ 17:34. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 34-ാം വാക്യം. Chapter 17 verse 34. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 34-ാം വാക്യം. இயேசு இங்கே சொல்கிறார், കർത്താവ് ഇങ്ങനെ പറയുന്നു, 2 பேர் அவர் நிலத்தை உழுது கொண்டிருப்பார்கள். രണ്ടുപേർ ഒന്നിച്ച് ഉഴുതുകൊണ്ടിരിക്കും. இயேசுவின் வருகை குறித்து சொல்லும்போது இந்த வார்த்தைகளை சொல்கிறார். കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ താൻ ഇങ്ങനെ പറയുന്നു, 2 ஸ்திரீகள் மாவரைத்துக் கொண்டிருப்பார்கள். 2 സ്ത്രീകൾ തിരികളിൽ പൊടിച്ചുകൊണ്ടിരിക്കും. இப்பதான் அது கிடையாது. ഇപ്പൊ തിരികല്ലൊന്നും ഇല്ലല്ലോ. அவன் திரினா என்னன்னு தெரியாது, திரிகள்னா என்னன்னு தெரியாது. തിരികല്ലേ, ഈ പൊടിക്കുന്ന തിരികൽ എന്താണെന്ന് ഇന്നത്തെ തലമുറയ്ക്ക് അറിയാത്ത കാലമാണ്. ஒரு வாலிப உள்ள திரிகளை தூக்கிட்டானா அவன் 500 ரூபாய் நான் தரதுக்கு ரெடியா இருக்கேன். ഇവിടെയുള്ള ഒരു ചെറുപ്പക്കാരിൽ ആരെങ്കിലും ഒരാള് ഒരു തിരിക്കലൊന്ന് പൊക്കിയെടുക്കാൻ കഴിവുണ്ടെങ്കിൽ 500 രൂപ അവർക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാ. நிச்சயமா எனக்கு திரி தூக்க முடியாது. അത് എടുക്കാൻ പൊക്കാൻ ഒക്കില്ലെന്ന് എനിക്കറിയാം. 2 ஸ்திரீகள் திரிகளை அரைத்துக் கொண்டிருப்பார்கள். 2 സ്ത്രീകൾ തിരികലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. எப்போ அரைப்பார்கள்? എപ്പോഴാണ്? மாலை நேரத்திலே அரைப்பார்கள். വൈകുന്നേരത്ത്. எப்பொழுது நிலத்தை உழுவார்கள்? നിലം ഉഴുന്നത് എപ്പോഴാണ്? அதிகாலை நேரத்திலே உழுவார்கள். രാവിലെയാണത്. 2 ஸ்திரீகள் 2 பேர் நித்திரையாய் இருப்பார்கள். 2 പേർ ഉറങ്ങുന്ന സമയം എപ്പോഴാണ്? எப்போ உறங்குவாங்க? ഉറങ്ങുന്നത് എപ്പോഴാണ്? சில பேர் எப்பயும் உறங்குவாங்க. ചിലർ എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കും. ஆனால் பொதுவா எப்போ உறங்குவாங்க? സാധാരണ ഉറങ്ങുന്നത് എപ്പോഴാണ്? இரவில
தான் உறங்குவார்கள். രാത്രിയിലാണ് ഉറക്കം. இயேசு சொல்கிறார், യേശു പറയുന്നു, തിരികെ അടയ്ക്കുന്നവരെ குறித்தோ ഉറങ്ങുന്നവരെ குறித்தோ இயேசு சொல்லவில்லை. തിരികളിൽ പിടിക്കുന്നവരെ കുറിച്ചോ ഉറങ്ങുന്നവരെ കുറിച്ചോ അല്ല കർത്താവ്. அவருடைய வருகை ஒன்று காலையிலும் இருக்கலாம், மாலையிலும் இருக்கலாம், இரவிலும் இருக்கலாம். തന്റെ വരവ് രാവിലെയും ആയിരിക്കാം, വൈകിട്ടും അയക്കാം, രാത്രിയിലും അയക്കാം എന്നാണ് പറഞ്ഞത്. சகோதரர் மாண்டோகமரி வந்திருக்கிறார் அமெரிக்க தேசத்திலிருந்து. പ്രിയ സഹോദരൻ അമേരിക്കയിൽ വന്നിരിക്കുന്നു. அவருக்கு அவருடைய தேசத்துல இப்பொழுது காலை 8:30 மணி ஆகிக் கொண்டிருக்கிறது. അദ്ദേഹത്തിന്റെ ദേശത്ത് ഇപ്പോൾ രാവിലെ 8:30 മണിയായി. இங்கே இரவு 8:30 ஆகிக் கொண்டிருக்கிறது. രാത്രി 8 മണിയാകുന്നു. அவருடைய தேசத்திலோ அதிகம் காலை 8:30 மணி ஆகிக் கொண்டிருக்கிறது. അദ്ദേഹത്തിന്റെ രാജ്യത്ത് രാവിലെ 8:30 മണിയായി. ஒரு தேசத்தை காலை நடக்கும் போது இன்னொரு தேசத்துல இரவு நடக்கிறது. ഒരു രാജ്യത്തെ പ്രഭാതമാകുമ്പോൾ മറ്റൊരു രാജ്യത്തെ രാത്രിയാണ്. ஒரு தேசத்துல இரவு நடந்து கொண்டிருக்கும், இன்னொரு தேசத்துல மதிய வேளை நடந்து ഒരു கொண்டிருக்கிறது. രാജ്യത്ത് രാത്രി ആയിരിക്കുമ്പോൾ മറ്റൊരു രാജ്യത്ത് മധ്യാഹ്നമാണ്. நான் இயேசுவை ஏற்றுக்கொண்ட நாட்களில் என்ன நினைத்திருந்தேன்? യേശുവിനെ സ്വീകരിച്ച നാളുകളിൽ ഞാൻ എന്താണ് ചിന്തിച്ചെന്നറിയാമോ? ஒவ்வொரு நாள் இரவும் படிக்கும் போதும் ഓരോ ദിവസവും ഉറങ്ങുമ്പോൾ இப்படி ஒரு ஜெபம் செய்வது உண்டு. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിക്കും, இன்றைக்கு இரவு நீர் வருவீரானால் കർത്താവേ ഇന്ന് രാത്രി നീ വരുമെങ്കിൽ தகுதிப்படுத்தி எடுத்துக்கொள்ளும் ஆண்டவரே. എന്നെ ഒരുക്കി എടുക്കണമേ. எனக்கு ஒரு மாபெரும் நம்பிக்கை இருந்தது. എനിക്ക് വലിയ പ്രത്യാശ ഉണ്ടായിരുന്നു. இயேசு ராத்திரியில தான் வருவார். കർത്താവ് യേശു രാത്രി മാത്രമേ വരത്തുള്ളൂ. ஏன்னா அப்பதான் நான் பாவம் செய்வது இல்லை. ആ സമയത്ത് മാത്രം ആ പാപം ചെയ്യാതെ നടക്കുന്നത്. இயேசு பகலில வந்து விடுவாரானால் യേശു പകൽ വരുമെങ്കിൽ எனக்கு അത്ര ഉറപ്പില്ല എനിക്ക്. அவன் இரவில தான் வருவார் என்று நான் நம்பிக்கொண்டிருந்தேன். രാത്രി മാത്രമേ കർത്താവ് വരുമെന്നായിരുന്നു എന്റെ വിശ്വാസം. சுகுமார் அப்படி நினைக்காதே, அப்படி நினைக்காதே. സുകുമാർ, നീ അങ്ങനെ ചിന്തിക്കരുത്. காலையிலும் வருவேன், ഞാൻ രാവിലെ വരാം. சாப்பிட்டுக் கொண்டிருக்கும் போது வருவேன், ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോഴും நீ வேலைக்கு புறப்பட்டுக் கொண்டிருக்கும் போது வருவேன், ജോലിക്ക് പോകുമ്പോൾ பிள்ளைகள் பள்ளிக்கூடத்தை விட்டு திரும்பும் போதும் நான் வருவேன், കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴും എന്റെ വരവാകാം. இரவு படுக்க போவதற்கு முன்பு வருவேன், ഉറങ്ങാൻ പോകുന്നതിന് മുൻപും വരാം. காலையிலோ மாலையிலோ சேவை கூப்பிடு நேரத்திலோ இயேசு வருவார். രാവിലെയോ വൈകുന്നേരത്തോ കോഴി കൂവുന്ന നേരത്തോ ഏത് സമയത്തും എന്റെ യേശു വരാം. ஓ, நம்மை அழைக்கும்படியா இயேசு வருகிறார். തന്റെ അടുക്കൽ ചേർക്കുവാൻ യേശു വരുന്നു. பின்பு என்ன சம்பவிக்கும்? അത് കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നേ? இந்த ரகசிய வருகை எப்படி சம்பவிக்கும்? ഈ രഹസ്യപരം എങ്ങനെ இந்த സംഭവിക്കുന്നത്? ரகசிய வருகை எவ்விதமாக இருக்கும்? ഇതെങ്ങനെ ഇരിക്കും? தெசலோனிக்கேல பவுல் சொல்வது சொல்கிறார், തെസ്സലോനിക്കയിൽ പൗലോസ് പറയുന്നു, கர்த்தர் தாமே ஆரவாரத்தோடு வருகிறார். കർത്താവ് ഗംഭീരനാദത്തോടെ വരും. கபடிகள் ஆரவாரத்தோடு வருகிறார். ഗംഭീരനാദത്തോടെ വരുന്നു. அந்த கம்பீர வெளிப்படுத்தலே 4வது அதிகாரத்திலே 1வது வசனத்திலே വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ யோவானுக்கு ஒரு வெளிப்பாடு கிடைக்கிறது. യോഹന്നാന് ഒരു വെളിപ്പാട് കിട്ടുന്നു. இயேசு எப்படிப்பட்டவராய், அவருடைய சத்தம் எப்படியா இருக்கிறதா? യേശുവിന്റെ ശബ്ദം യോഹന്നാൻ എങ്ങനെയാണ് കേട്ടത്? கம்பீர நாதத்தோடு அவருடைய சத்தம் ഒരു ഗംഭീരനാദമാണ് താൻ അവിടെ കേട്ടത്. அவருடைய சத்தம் 1வது அதிகாரத்திலே 10வது வசனத்திலே நான் வாசிக்கிறோம். Chapter 1 and verse 10. ആ 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ഒരു ശബ്ദം, எக்கால சத்தம் போன்ற ஒரு சத்தத்தை நான் கேட்டேன் என்று சொல்லுகிறார். കാഹളനാദത്തിനൊത്തിയ ഒരു ശബ്ദം ഞാൻ കേട്ടു. 4வது அதிகாரத்திலே 1வது வசனத்திலே சொல்லும்போது 4-ാം വാക്യം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, நான் கேட்ட அந்த எக்கால சத்தமாவது ഞാൻ കാഹളനാദം പോലെ മുൻപേ കേട്ട അതേ ശബ്ദം மீண்டும் கேட்டேன் ഞാൻ പിന്നെയും കേട്ടു. இங்கே ஏறி வா என்று சொல்ல கேட்டேன். കയറി വരിക എന്ന് പറയുന്നു. எக்கால சத்தம் போன்ற கர்த்தருடைய சத்தம், കാഹളനാദം പോലെ അവന്റെ ശബ്ദം, சுகுமார் இங்கே ஏறி வா என்று சொல்லி, സുകുമാര നീ ഇവിടെ കയറി വാ എന്ന് പറയുമ്പോൾ, ஹல்லேலூயா ഹല്ലേലൂയ, ஹல்லேலூயா ഹല്ലേലൂയ. கர்த்தர் ஸ்தோத்திரம். ദൈവത്തിന് സ്തോത്രം. கர்த்தருடைய சத்தத்தை കർത്താവിന്റെ ശബ്ദത്തെ உயிரோடு இருக்கிறவர்களும் கேட்பார்கள், மரித்தவர்களும் கேட்பார்கள். ജീവനോട് ഇരിക്കുന്നവരും കേൾക്കും, മരിച്ചവരും കേൾക്കും. கவனிக்க நான் சொல்லுகிறதை, പറയുന്നത് ശ്രദ്ധിക്കണം. கர்த்தருடைய சத்தத்தை, കർത്താവിന്റെ ശബ്ദത്തെ, கர்த்தருடைய எக்கால சத்தத்தை അവന്റെ കാഹളനാദത്തെ உயிரோடு இருக்கிறவர்களும் கேட்பார்கள், மரித்தவர்களும் கேட்பார்கள். ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരും മരിച്ച വിശുദ്ധന്മാരും കേൾക്കും. உயிரோடு இருக்கிறவர்களிலே ജീവനോടിരിക്കുന്നവരിൽ among the live only the saints will understand his calling. ഈ ശബ്ദം വിശുദ്ധന്മാർ മാത്രമേ തിരിച്ചറിയുകയുള്ളൂ. இந்த சத்தத்தின் அர்த்தம் என்னது என்பதை புரிவார்கள். ഈ ശബ്ദത്തിന്റെ അർത്ഥം എന്താണെന്ന് വിശുദ്ധന്മാർ തിരിച്ചറിയും. உயிரோடு இருக்கிறவர் எல்லாரும் கேட்பார்கள். ജീവനോടിരിക്കുന്ന എല്ലാവരും കേൾക്കും. இயேசுவை ஏற்றுக்கொண்டவர்களும் சத்தத்தை கேட்பார்கள். യേശുവിനെ കൈക്കൊണ്ടവരും അത് കേൾക്കും. இயேசுவை ஏற்றுக்கொள்ளாதவர்களும் சத்தத்தை கேட்பார்கள். അവരെ കൈക്കൊള്ളാത്തവരും അത് കേൾക്കും. ஆனால் இயேசுவை ஏற்றுக்கொண்டவர்களுக்கு மாத்திரம் എന്നാൽ കർത്താവിനെ സ്വീകരിച്ചവർ മാത്രം இங்கே ஏறி வா என்கிற சத்தமாயிருக்கும். ഇവിടെ കയറി വാ എന്ന ശബ്ദം
பேசுகிறார். കർത്താവായ യേശു പിതാവിനോട് ഇങ്ങനെ സംസാരിക്കുന്നു. യോഹന്നാൻ 12ാം അധ്യായത്തിലെ 28, 29 വസനങ്ങളിൽ വാസിக்கிறோம். യോഹന്നാൻ 12ാം അധ്യായം 28 and 29 28-29 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. യേശു പിതാവോട് കൂടെ பேசுகிறார். കർത്താവായ യേശു പിതാവ് Father, glorify me என்று சொல்கிறார். പിതാവേ എന്റെ പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്ന് പറഞ്ഞു. அதற்கு பிதா இயேசுவுக்கு பதில் சொல்கிறார். അതിനെ ഉയർത്തുന്നുള്ള മറുപടി, I have glorified you and I will glorify you. ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. பிதா பேசுகிறத இயேசு கேட்கிறார். പിതാവ് സംസാരിക്കുന്നത് യേശു കേട്ടു. இயேசு பேசுகிறது பிதாவிற்கு புரிகிறது. യേശു സംസാരിക്കുന്ന പിതാവിന് கூட മനസ്സിലായി. இருக்கிற அவருடைய சீசர்கள் கூட இருக்கிற மக்கள் என்ன சொன்னார்கள்? അവിടെ കൂടി ഇരുന്നവർ എന്ത് പറഞ്ഞെന്നറിയാമോ? எலியா இயேசுவோடு கூட பேசுகிறார் என்று சொன்னார்கள். ഏലിയാവ് യേശുവിനോട് സംസാരിക്കുന്നു, தேவதூதன் இயேசுவோடு பேசுகிறார் என்று சொன்னார்கள். ദൂതന്മാർ സംസാരിക്കുന്നത് പറഞ്ഞു. சிலர் இடி முழக்கம் சத்தம் என்று சொன்னார்கள். എല്ലാവരും പറഞ്ഞു ഇടി വെട്ടിയതാണെന്ന്. இயேசு பேசுகிறது பிதாவிற்கு புரிகிறது. യേശു സംസാരിക്കുന്ന கூட இருக்கிற இடி முழக்கம் போல சத்தம் கேட்கிறது. കൂടുള്ളവർ ഇടിവെട്ടി ഇടിനാഥമാണ്. ரகசிய வருகையின் போது எக்கால சத்தம் தொனிக்கும் போது, രഹസ്യ വരവിങ്കൽ കാഹളം ധരിക്കുമ്പോൾ அவருடைய சத்தம் இயேசுவை ஏற்றுக்கொள்ளாதவர்களுக்கு இடி முழக்கத்தை போல இருக்கும். യേശുവിനെ സ്വീകരിക്കാത്തവർക്ക് അത് ഇടിനാഥം പോലെയായിരിക്കും. இயேசுவை ஏற்றுக்கொண்டவர்களுக்கு மாத்திரமே அது இங்கே ஏறி வா என்று சொல்லுகிற சத்தமாயிருக்கும். എന്നാൽ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവർക്കോ അത് ഇവിടെ കയറി വരിക എന്ന ശബ്ദമായിരിക്കും. புரிந்து கொள்ள வேண்டும். നന്നായി മനസ്സിലാക്കണം. நான் போபாலிலே மத்திய பிரதேச போபாலிலே ஊழியம் செய்த நாட்களிலே ഞാൻ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്ത് கர்த்தரோடு கூட ஸ்ரீவில்லிபுத்தூர் என்கிற ஊருக்கு பட்டணத்துக்கு போகும்படியா சொன்னார். ശ്രീവില്ലിപുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുവാൻ കർത്താവിനോട് പറഞ്ഞു. You go to Srivilliputtur, I have many people there and I will give you all என்று சொல்லி என்னோடு கூட பேசினார். നീ ശ്രീവില്ലിപുത്തൂരിലേക്ക് പോവുക, എനിക്ക് അവിടെ വളരെ ജനമുണ്ട്, അവരെ നിനക്ക് തരുമെന്ന് കർത്താവിനോട് പറഞ്ഞു. முதலாவது ஆவிக்குரிய சபை கர்த்தர் என்னை கொண்டு ஸ்ரீவில்லிபுத்தூரிலே ஏற்படுத்தினார். ആദ്യത്തെ ആത്മീയമായ ഒരു വേർപെട്ട ദൈവജനത്തിന്റെ ആരാധന ശ്രീവില്ലിപുത്തൂരിൽ ആരംഭിച്ചത് എന്നെ കൊണ്ടാണ്. இன்றைக்கு ஆவிக்குரிய சபைகள் 23 சபைகளுக்கு மேலாக இருக்கிறது. ഇന്ന് ആ പ്രദേശത്തെ 23-ലധികം സഭകളുണ്ട്. ஸ்ரீவில்லிபுத்தூர் பக்கத்திலே சிவகாசி என்கிற ஊர் இருக்கிறது. ശ്രീവില്ലിപുത്തൂരിനടുത്ത് ശിവകാശി എന്ന് പറയുന്ന அந்த സ്ഥലം. சிவகாசியில ஒரு ஆர்மி கேம்ப் இருக்கிறது. അവിടെ ശിവകാശിയിൽ ഒരു ആർമി ക്യാമ്പ് ഉണ്ട്. அது வழியாக விசுவாசிகளை சந்திக்கும்படியாக ஹவுஸ் விசிட்டிங் செய்யும்படியாக போகிறது உண்டு. അതുവഴി വിശ്വാസികളെ കാണാനായിട്ട് ഭവന സന്ദർശനത്തിന് പോകാറുണ്ട്. சோல்ஜர்ஸ் எல்லாம் அவர்கள் ரிலாக்ஸ்டாக அவர் சீட்டு கட்டு விளையாடி கொண்டிருப்பார்கள். അവിടെ സൈനികരെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. அவர்களோடு கூட நின்று விசாரித்து விட்டு செல்வது உண்டு. ഞാൻ അവിടെ നിന്ന് അവരോട് കുശലാന്വേഷണമൊക്കെ നടത്തിയിട്ട് പോകാറുണ്ട്. ஒரு 7-8 பேர் விளையாடி கொண்டிருந்தார்கள். 7-8 പേരെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ஒரு நாள் அவர்களோடு கூட பேசிக் கொண்டிருந்தேன். ഒരു ദിവസം അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു. திடீரென்று ஒரு சத்தம் கேட்டது. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. പെട്ടെന്നൊരു ശബ്ദം, ഇതുപോലൊരു ശബ്ദം കേട്ടു. ஒரு 4 பேர் உடனே எழுந்து விட்டார்கள். 4 പേര് ചാടി എഴുന്നേറ്റു. பாஸ்டர் போயிட்டு வரோம். പാസ്റ്റർ ഞങ്ങൾ പോയിട്ട് വരട്ടെ, எங்களை பரேடு கூப்பிடுறாங்க. ഞങ്ങളെ പരേഡിന് വിളിക്കുന്നു. எனக்கு வெறும் பப்பரபாபா தான் கேட்டது. എനിക്കത് പാപ്പരപ്പായെന്നാ കേട്ടത്. ஆனா 4 பேருக்கு பரேடுக்கு வாருங்கள் என்று சொல்லி അവിടെ ഇരുന്ന 4 പേർക്ക് പരേഡിന് വരാനുള്ള മെസ്സേജ് ആയിരുന്നു. மற்றவர்கள் தொடர்ந்து விளையாடினார்கள். മറ്റുള്ളവർ കളിച്ചോണ്ടിരുന്നു. அவர்கள் புறப்பட்டு போனார்கள். എന്നാൽ ഈ 4 പേർ பப்பரபா என்கிற கால சத்தம் ഈ ശബ്ദം കേട്ടു. எனக்கு என்ன கேட்டது? എനിക്ക് എന്താണ് കേട്ടത്? எனக்கு கேட்டது. ഞാൻ കേട്ടു. ஆனால் அதோட அர்த்தம் எனக்கு தெரியவில்லை. കേട്ടു, ഞാനും അത് കേട്ടു. എനിക്കതിന്റെ അർത്ഥം മനസ്സിലായി. அவர்களும் கேட்டார்கள். അവരും കേട്ടു. அவர்களுக்கு அர்த்தம் தெரிந்தது. അവർ അതിന്റെ അർത്ഥം മനസ്സിലാക്കി. 1990 வரைக்கும் 1990 വരെ எலக்ட்ரானிக் டெலிகிராம் சிஸ்டம் வரவில்லை. ഇലക്ട്രോണിക് ടെലിഗ്രാം സിസ്റ്റം വന്നിരുന്നില്ല. அதுக்கு முன்பதாக மூர் டெலிகிராமிக் சிஸ்டம். അതിന് മുൻപ് മോഡ് സിസ്റ്റം കമ്പി അടിക്കുന്ന പരിപാടിയായിരുന്നു. மோர் சிஸ்டம் ஒரு ஹெட் போஸ்ட் ஆபீஸ்ல ஒரு டைப்ரைட்டரை போல அந்த டெலிகிராஃபிக் மிஷின் இருக்கும். ഹെഡ് പോസ്റ്റ് ഓഫീസിലെ ടൈപ്പ്റൈറ്റർ പോലെ ടെലിഗ്രാഫ് മെഷീൻ ഉണ്ടായിരിക്കും. டெலிகிராம் வாங்கணும்னாலும் போகணும், டெலிகிராம் ரிசீவ் பண்ணணும்னாலும் கொடுக்கணும்னாலும் அந்த போஸ்ட் ஆபீஸ் போகணும். ടെലിഗ്രാം വാങ്ങിക്കുന്നയാളും ടെലിഗ്രാം അയക്കാൻ പോകുന്നയാളും പോസ്റ്റ് ഓഫീസിൽ പോകണം. போஸ்ட் ஆபீஸ்ல லைன்ல நிக்கணும். പോസ്റ്റ് ഓഫീസിൽ ക്യൂവിൽ നിൽക്കണം. நான் லைன்ல அநேக தரம் நின்று கொண்டிருந்தேன். പല പ്രാവശ്യം അനേക സന്ദർഭങ്ങളിൽ ഞാൻ ക്യൂവിൽ നിന്നിട്ടുണ്ട്. அந்த டெலிகிராஃப் மிஷின்ல ஒரு சத்தம் இப்படியாய் வரும். കമ്പി അടിക്കുന്ന മെഷീനിൽ ഒരു ശബ്ദം കേൾക്കാം. ഈ നിലയില് ശബ്ദം അവിടെ കേൾക്കാം. டெலிகிராஃப் மிஷினுக்கு முன்னால ஒரு ஆபரேட்டர் இருப்பார். ആ മെഷീന്റെ മുൻപിൽ ഒരു ഓപ്പറേറ്റർ ഉണ്ട്. எனக்கும் கட்டடா சத்தம் தான் கேட்கிறது. എനിക്ക് ഞാനും കേട്ടത് കേട്ടതൊക്കെ அவருக்கும் கட்டடா என்று சொல்லித்தான் கேட்கிறது. അങ്ങനെ അത് കേട്ടത്. ஆனால் அவர் சில செய்திகளை எழுதி கொண்டிருக்கிறார். എന്നാൽ അത് കേട്ട് ആ
உனக்கு பெண் பார்த்தாகிவிட்டது, கட 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 உடனே புறப்பட்டு வரும். கட 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 எனக்கு பெண் பார்த்தாகிவிட்டது. பெண் பெண் மணப்பெண். കല്യാണം ശരിയായി, ഇനി വേഗം പുറപ്പെട്ടു വരണമെന്നൊരു സന്ദേശം ഇവിടെ വരുന്നു. പെണ്ണ് பார்த்தாகிவிட்டது. നിനക്ക് നിന്റെ പെണ്ണിനെ കണ്ടു, ഉടനെ പുറപ്പെട്ടു വരണം. ഉടനെ വരണം. കട 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 അതും കെട്ടുകിടകിടം തന്നെയാണ്. കട 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 Pastor Daniels, you have become Tatan party. Kada 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 kada. Your son has born. Your baby male has born to a child, son. Kada 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 kada. പാസ്റ്റർ ദാനിയേൽ, നിങ്ങളെ വല്യമ്മച്ചനായി, നിങ്ങൾക്ക് മിസ്സസ് ദാനിയേൽ വല്യമ്മച്ചയായി, നിങ്ങൾക്ക് കൊച്ചുമോൻ ചേച്ചി കട്ടുകടകട. പെൺകുളത്തെ പിറന്നുവിട്ടത്. മോനെ ഒരു പെൺകുഞ്ഞി ജനിച്ചു. ഇങ്ങനെ ഈ മോഴ്സ് കോഡിൽ ആ സന്ദേശോട് രേഖപ്പെടുത്തുക. ഒരു 1000 രൂപ അവസ്ഥയും தேவை ഉടനെ അനുപ്പിവിടും മക്കളെ. മോനെ 1000 രൂപ ആവശ്യമുണ്ട്, നീ വേഗം അയക്കുക. അപ്പോഴും കട്ടുകട എന്നുള്ള സന്ദേശം എനിക്ക് വെറും കട്ടട എന്ന് ചൊല്ലി താൻ കേൾക്കുന്നത്. എനിക്കതെല്ലാം കട്ടുകട എന്നേ കേൾക്കത്തുള്ളൂ. അവർക്കോ പാസ്റ്റർ ഡാനിയേൽസ് താത്താവും പാട്ടിയും ആയിവിട്ടാൽ എന്ന് അവർക്ക് അർത്ഥം പുരിക്കുന്നത്. എന്നാൽ ആ മെഷീന്റെ അടുക്കൽ അത് കൈകാര്യം ചെയ്യുന്ന ആളിന് അതിന്റെ സന്ദേശത്തിന്റെ ശരിയായ ഉദ്ദേശം മനസ്സിലാകും. കർത്തരുടെ കാഹള ശബ്ദം കേൾക്കുമ്പോഴും അപ്പടി കർത്താവായ യേശുവിന്റെ കാഹളം കേൾക്കുമ്പോഴും അർത്ഥത്തെ ഞാൻ പുരിഞ്ഞുകൊള്ളുവേൻ. നീ കയറി വാ എന്നുള്ള ശബ്ദം ഞാൻ മനസ്സിലാക്കി. രക്ഷിക്കപ്പെടാത്ത മറ്റവർക്കോ, രക്ഷിക്കപ്പെടാത്ത മറ്റു ജനത്തിനോ വലിയ ഒരു ഇടിമുഴക്കം പോലെ ഇരിക്കും. ഏതാണ്ട് അർത്ഥമറിയാത്ത ഇടിനാദം പോലെ ഒരു കാലത്തെ നേരത്തിൽ അവർ തങ്ങൾ തലവരയ്ക്ക് മൂടിക്കൊണ്ട് തൂങ്ങ ആരംഭിപ്പാர்கள். ചിലർ ആ സമയത്ത് തങ്ങളുടെ വസ്ത്രം തലവഴി മൂടി ഉറങ്ങാൻ തുടങ്ങും. ഇടി ഇടിക്കുന്നത് ചൊല്ലി എവിടെയോ ഇടിവെട്ടിയതാണെന്ന് അവർ പറയും. ദേവന്റെ പിള്ളകൾ എല്ലാവരും എന്നാൽ ദൈവജനം സടിയിലെ ഒരു ക്ഷണപ്പെടുതേ അവർ എല്ലാവരും കണ്ടുവെക്കുന്നവരുടെ ആകാശത്ത് കിടക്കപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇன்றைக்கு കാഹള ശബ്ദം തൊലിക്കുമേ. ഇന്ന് കാഹളനാദം തൊലിക്കുമെങ്കിൽ കണവർ എടുത്തുകൊള്ളപ്പെടുവാനാ? നിന്റെ ഭർത്താവ് എടുത്തുകൊള്ളപ്പെടുമോ? മனைவி എടുത്തുകൊള്ളപ്പെടുവാ? നിന്റെ ഭാര്യ എടുത്തുകൊള്ളപ്പെടുമോ? പിള്ളേർ എടുത്തുകൊള്ളപ്പെടുവാ? നിന്റെ മക്കൾ എടുത്തുകൊള്ളപ്പെടുമോ? ഇടിമുഴക്കം പോലെ ശബ്ദമായിരിക്കുമോ? അതോ അവർക്ക് ഇടിനാദം പോലെ കേൾക്കും? ഇടിവെട്ടിയെന്ന് പറയുമോ? തിരിഞ്ഞു പാർക്കുമ്പോൾ കണവൻ എടുത്തുകൊള്ളപ്പെട്ടതേ, തിരിഞ്ഞു നോക്കുമ്പോൾ ഭർത്താവിനെ കാണാനില്ല, മனைவி എടുത്തുകൊള്ളപ്പെട്ടതേ, ഭാര്യയെ കാണാനില്ല, എടുത്തുകൊള്ളപ്പെട്ടത്, മാതാപിതാക്കൾ എടുക്കപ്പെട്ടു. അവരെ കാണുമ്പോൾ നില എപ്പടി ആയിരിക്കും? അവരുടെ അവസ്ഥ എത്ര ഭയാനകമായിരിക്കും, എவ்வளவு അലറൽ, എவ்வளவு കൂക്കുറൽ ഉണ്ടായിരിക്കും, എത്ര വലിയ ദുഃഖമുണ്ടായിരിക്കും. அந்த துக்கம் உங்க வீட்டில் ஏற்படணுமா? ആ ദുഃഖം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കണോ? அந்த துக்கம் உங்க வீட்டில் ஏற்படணுமா? ആ ദുഃഖം നിന്റെ വീട്ടിലും സംഭവിക്കണോ? அந்த துக்கம் ஏற்படக்கூடாது என்றால் അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ தேவ சமூகத்தில் உங்கள் கால்களை முடக்க வேண்டும். ദൈവസന്നിധിയിൽ നിങ്ങളുടെ മുഴങ്കാലുകൾ സഹോദരാ, നിങ്ങൾ കൈവിടപ്പെട്ടു പോകുമ്പടിയായി, സഹോദര നിങ്ങൾ കൈവിടപ്പെടുന്നതിന് മുൻപ് യേശുவை இன்றைக்கு விசுவாசிப்பீர்களா? ഇന്ന് രാത്രി യേശുവിനെ സ്വീകരിക്കുമെങ്കിൽ, ഒരു മുறை താயின் കർപ്പത്തിലെ പിറந்த நீங்கள், ഒരു പ്രാവശ്യം മാതാവിന്റെ ഉദരത്തിൽ ജനിച്ചവർ മറുപടിയും കർത്തർക്കുള്ളായി നിങ്ങൾ പിറക്ക ഇன்றைக்கு അർപ്പണിപ്പീர்களാണ്. വീണ്ടും വീണ്ടും ജനിപ്പാൻ കർത്താവായ യേശുവിനെ സമർപ്പിക്കുമെങ്കിൽ, യേശു ഇன்றைக்கு വരുവാനാണ്. കർത്താവായ യേശു ഇന്ന് വന്നാൽ, ഇന്ന് ഒരു മാസം കഴിച്ചു വന്നാലും, ഒരു മാസം കഴിഞ്ഞു വന്നാലും, കഴിച്ചു വന്നാലും, ഒരു വർഷം കഴിഞ്ഞു വന്നാലും ഞാൻ അവരോട് കൂടെ എടുത്തുകൊള്ളപ്പെടുவது നിശ്ചയം. ഞാൻ അവരോടുകൂടെ എടുക്കപ്പെടുമെന്നുള്ള ഉറപ്പുണ്ട്. இந்த இடத்துல இந்த கன்வென்ஷன் கூட்டப்பட்டிருப்பதனுடைய காரணம் என்ன தெரியுமா? ഈ സ്ഥലത്ത് ഈ കൺവെൻഷൻ ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നതിന് ഉദ്ദേശമുണ്ട്. கர்த்தருடைய ரகசிய வருகையிலே യേശുവിന്റെ വരവെങ്കിൽ நான் എടുത്തുകൊള്ളപ്പെടുவேൻ, ഞാൻ എടുക്കപ്പെടും. என் குடும்பமாய் நாங்கள் எடுத்துக்கொள்ளப்படுவோம். നിങ്ങളുടെ കുടുംബം എടുക്കപ്പെടും. நிச்சயத்தோடு நீங்கள் கடந்து செல்ல வேண்டும். എന്ന നിർണയത്തോടെ നിങ്ങൾ ഇവിടെ നിന്ന് പോകണമെന്നുള്ളത് കൊണ്ടാണ്. நிச்சயமில்லாதவர்களாய் இந்த இடத்தை விட்டு நீங்கள் போவதை கர்த்தர் விரும்பவில்லை. ആ നിർണയമില്ലാതെ നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് കർത്താവ് கெட்டு போகாமல் எல்லாரும் எடுத்துக்கொள்ளப்பட வேண்டும் என்று கர்த்தர் விரும்புகிறார். ആരും നശിച്ചു പോകാതെ എല്ലാവരും എടുക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. மனைவிக்காக சபைக்கு வந்து கொண்டிருக்கிறாயா? மனைவிக்காக சபைக்கு வந்து கொண்டிருக்கிறாயா? ഭാര്യയെ കിട്ടാനായിട്ട് ആരാധനയ്ക്ക് വരുന്നുവോ? கணவனுக்காக சபைக்கு வந்து கொண்டிருக்கிறீர்களா? കർത്താവിന് വേണ്ടി നീ യോഗത്തിന് വരുന്നുവോ? பெற்றோருக்காக பிள்ளைகள் வந்து கொண்டிருக்கிறீர்களா? മാതാപിതാക്കൾക്ക് വേണ്ടി നീ വരുന്നുവോ? பிள்ளைகள் வருகிறார்கள் என்பதற்காக பெற்றோர்கள் நீங்கள் வந்து கொண்டிருக்கிறீர்களா? വരുന്നത് കൊണ്ട് മാതാപിതാക്കൾ വരുന്നുവോ? இன்னைக்கு கூடியிருக்க எல்லாரும் ஒரு தீர்மானத்தோடு கூட, ഇന്ന് രാത്രി ഇവിടെ കൂടിയിരിക്കുന്ന ഏവരും ഒരു തീരുമാനത്തോടെ, லட்சியத்தோடு கூட கடந்து செல்ல வேண்டும். ഒരു നിർണയത്തോടെ കടന്നു പോകണം. விழாவிக் கொண்டிருக்கிற ஆவியானவர் உங்களிடத்தில் எதிர்பார்க்கிறார். നിങ്ങളുടെ ഇവിടെ ഉലാവിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. இது
ഇതുവരെയ്ക്ക് അത് നിശ്ചയമില്ലേ? ഇതുവരെയും ആ നിർണയമില്ലെങ്കിൽ എൻ പാപങ്ങൾ യേശുവിൻ രക്തത്താൽ കഴുകപ്പെട്ടതിന് നിശ്ചയമില്ലേ? എന്റെ പാപം യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടെന്നുള്ള ഉറപ്പില്ല. ഞാൻ ദേവന്റെ പിള്ള എന്ന നിശ്ചയം എനിക്ക് ഇതുവരെയ്ക്കും ഇല്ലേ? ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്നുള്ള ഉറപ്പ് എനിക്ക് ഇന്നുമില്ല. വരികൾ എടുത്തുകൊള്ളപ്പെടുവേൻ നിശ്ചയം ഇതുവരെയ്ക്കും എനിക്കില്ല. യേശുവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുമെന്നുള്ള നിശ്ചയം യാറായി ഇരുപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ யாரும் நீங்கள் வெளியே போக வேண்டாம். നിങ്ങൾ ആരും ഇപ്പോൾ പുറത്തു പോകരുത്. നിങ്ങൾ കർത്തருக்கு உங்களை அர்ப்பணிக்கிற வேளை இது. ഈ സമയത്ത് കർത്താവിന്റെ കരങ്ങൾ നിങ്ങളെ സമർപ്പിക്കുമോ? தொடர்ந்து உங்களை அர்ப்பணிப்பு நேரத்திற்கு நேராக തുടർന്ന് ഓൾട്ടർ കോളിലേക്ക് ഡാനിയൽ അവർ നടത്തുവാർ. കർത്തദാസൻ നിങ്ങളെ നടത്തും. Tonight the Lord has already spoken to you. ഇന്ന് രാത്രി കർത്താവ് നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. Would you please stand up this morning tonight? ഈ സമയത്ത് നമുക്ക് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. Are you sure that you all be taken when he is coming? എന്റെ കർത്താവ് വരുമ്പോൾ നീ എടുക്കപ്പെടുമെന്നുള്ള ഉറപ്പ് നിനക്കുണ്ടോ? If you are not sure about that, അതിനെക്കുറിച്ചുള്ള നിർണയം നിനക്കില്ലെങ്കിൽ tonight ഇന്ന് രാത്രി be sure about it. ഇന്ന് രാത്രി അത് പ്രാപിക്കുക. Accept Jesus Christ in your heart. കർത്താവായ യേശുവിനെ നിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുക. And be born again. വീണ്ടും ജനിക്കുക. And accept Jesus and tell him, Lord, I want you in my life. കർത്താവായ യേശുവിനെ കൈക്കൊള്ളുകയും കർത്താവേ അങ്ങേ എന്റെ ജീവിതത്തിലേക്ക് എനിക്ക് ആവശ്യമുണ്ട്. I believe that you died for my sins. അങ്ങന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. You came to this world in search of me. എന്നെ തേടിയാണ് നീ ഈ ഭൂമിലോകത്തിലേക്ക് വന്നത്. I take you in my heart. കർത്താവേ അങ്ങേ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. If there is anybody who would like to pray like that and accept Jesus in your life, ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, യേശുവിനെ സ്വീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, you can raise your hands wherever you are. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ കരം ഉയർത്തുമോ? I want to take Jesus in my life. എന്റെ ജീവിതത്തിൽ എനിക്ക് യേശുവിനെ വേണം. I want to follow Jesus. എനിക്ക് യേശുവിനെ പിൻപറ്റണം. I want to be taken when Jesus comes into this world. ഈ ലോകത്തിലേക്ക് എന്റെ യേശുവിനെ മടങ്ങി വരണമെങ്കിൽ എനിക്ക് എടുക്കപ്പെടണം. I want to be with him. അവനോടുകൂടി എനിക്ക് എന്തുമിരിക്കണം. And we would like to pray for you. അങ്ങനെ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കാം. And we pray and close this session. ഞങ്ങൾ ഈ മീറ്റിംഗ് അവസാനിച്ചതിന് ശേഷം Those who want to accept Jesus in your life, കർത്താവായ യേശുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നവർ, I see one hand over the back. പിന്നിൽ ഒരു കരത്തെ ഞാൻ കാണുന്നു. If there is anybody else who want to take Jesus into your life and to be with Jesus when he comes, കർത്താവായ യേശുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച് അവൻ വരുമ്പോൾ അവനോട് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നവർ, you can come forward. അവർക്ക് മുന്നോട്ട് വരാം. We will pray for you. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. If there is anybody sick over here, രോഗികളായ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, if there is anybody who need a touch from God tonight, ഇന്ന് രാത്രി കർത്താവിന്റെ കരത്തിൽ നിന്നൊരു സ്പർശനം വേണ്ടവരുണ്ടെങ്കിൽ, if you want your life to be transformed, ജീവിതത്തിന് രൂപാന്തരം വേണമെന്നുള്ളവരുണ്ടെങ്കിൽ, we are glad to pray for you. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സന്തോഷമുണ്ട്. Right now Pastor Thomas will pray and say benediction. ഇപ്പോൾ പാസ്റ്റർ തോമസ് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. And we will continue to, the ministers of the gospel will continue to pray for you. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തുടർന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. God has a special purpose for your life. നിന്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന്റെ പ്രത്യേക ഉദ്ദേശമുണ്ട്. He wants to transform your life. നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ അവർ ആഗ്രഹിക്കുന്നു. He wants to give hope into your life. നിന്റെ ജീവിതത്തിന് പ്രത്യാശ തരുവാൻ അവർ ആഗ്രഹിക്കുന്നു. He wants to heal your body. നിന്റെ ശരീരത്തെ സൗഖ്യമാക്കുവാൻ He wants to take you out of your pit. നിന്റെ കുഴിയിൽ നിന്ന് നിന്നെ ഉയർത്തുവാൻ അവർ ആഗ്രഹിക്കുന്നു. He wants to wipe the tears from your eyes. നിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടപ്പാൻ അവർ ആഗ്രഹിക്കുന്നു. And he wants to take you with him where he is. താനിരിക്കുന്നിടത്തേക്ക് നിന്നെയും കൊണ്ട് ചെന്നിരുത്തുവാൻ അവർ ആഗ്രഹിക്കുന്നു. So if you want a touch from him and deliverance from God, അവന്റെ കരത്തിന്റെ സ്പർശനവും ദൈവിക വിടുതലും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നെങ്കിൽ, we invite you. ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. Come forward. മുന്നോട്ട് വരിക. He is here with open arms. തുറക്കപ്പെട്ട കരങ്ങളുമായി, വിരിക്കപ്പെട്ട കരങ്ങളുമായി ഇന്ന് രാത്രി ഇവിടെയുണ്ട്. I request all the pastors to go down and minister to these people. ഈ പ്രിയ സഹോദരന്മാർക്ക് വേണ്ടി, പ്രിയ പാസ്റ്റർമാരെ താഴെ ഇറങ്ങിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. All the pastors in the stage, would you please go down? സ്റ്റേജിലുള്ള പാസ്റ്റർമാരെല്ലാം താഴെ ഇറങ്ങുമോ? And you can pray for these people. ഈ ഇവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമോ? I know that there are more people who wants to be prayed for. പ്രാർത്ഥന ആവശ്യമുള്ള അനേകർ ഇവിടെ ഉണ്ടെന്നറിയാം. Every pastor, go down to the stage. എല്ലാ പാസ്റ്റർമാരും സ്റ്റേജിൽ താഴെ ഇറങ്ങിയാണ്. And pray, please stand over here to minister to these people. ഇവരുടെ മുൻപിൽ നിങ്ങൾ, ഇവരുടെ ചുറ്റും നിങ്ങൾ നിന്നാണ്. Pastor Thomas will pray right now. ഇപ്പോൾ തോമസ് പാസ്റ്റർ പ്രാർത്ഥിക്കും. Tomorrow morning we have a service at the worship center. വർഷിപ്പ് സെന്ററിൽ നാളെ രാവിലെ മീറ്റിംഗ് ഉണ്ട്. The mighty man of God will minister to you and pray for you. ദൈവത്തിന്റെ ദാസൻ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തെ ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യും. At 3 o'clock there is a special service for those who want to be taken water baptism. വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നവർക്ക് വേണ്ടി 3 മണിക്ക് ഒരു പ്രത്യേക സെഷൻ ഉണ്ട്. And at 4 o'clock there will be water baptism. 4 മണിക്ക് സ്നാന ശുശ്രൂഷയുണ്ട്.
Right at 6 o'clock, the night service will start over here. 6 മണിക്ക് രാത്രി യോഗം ഇവിടെ ആരംഭിക്കും. And that will be the final service, night service. അവസാന രാത്രി മീറ്റിംഗ് ആണത്. Let's bow our head right now. ഈ സമയത്ത് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. Everybody bow your head. എല്ലാവരും കണ്ണുകൾ അടച്ചോ. Close your eyes. കണ്ണുകൾ അടച്ചോ. All those the ministers, please move forward. We are going to, let's pray for these people. നിങ്ങൾ മുന്നോട്ട് നീങ്ങേണ്ടത് കർത്തദാസന്മാർ ഒന്നുകൂടെ മുന്നോട്ട് വന്നിട്ട് നമുക്ക് അവർക്കായി പ്രാർത്ഥിക്കാം. Those who need prayer, please come forward. പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് മുന്നോട്ട് വരാം. Those who need prayer, please come forward. പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് മുന്നോട്ട് വരാം. We want to identify these people. ഈ സഹോദരന്മാരോടൊത്ത് നമുക്ക് Identify. ഈ സഹോദരന്മാരോടൊത്ത് അവരോട് സഹകരിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. The Lord bless you. Pastor Thomas will pray right now. നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ തോമസ് ഇപ്പോൾ പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, ജീവനെ നന്ദിയോട് വാഴ്ത്തുന്നു, നന്ദിയോട് സ്തുതിക്കുന്നു. അതുല്യവും അനന്തവുമായിരിക്കുന്ന നമ്മുടെ സ്നേഹത്തിനായി തിരുവിനെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഞങ്ങളോടുള്ള ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ ദയയും ഓർക്കുവാൻ ഈ രാത്രിക്കാലം നീ ഇടയാക്കിയതിനായി തിരുവിനെ സ്തുതിക്കുന്നു. അവിടുത്തെ വരവിന്റെ പുറപ്പടി ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നാളുകളില് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ആത്മീയ സത്യത്തിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിന്റെ ജനത്തെ ഒരുക്കണമേ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിക്കാലം അവിടുത്തെ മഹത്വമുള്ള വചനം ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ ദാസന്മാരെ ബലപ്പെടുത്തിയതിനായി നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയുടെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു സമൂഹത്തെ കാണപ്പെടുവാൻ തക്കവണ്ണം ഈ വചന ശുശ്രൂഷ മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തൃശൂർ പട്ടണത്തിലെ പ്രാന്ത പ്രദേശങ്ങളിലും കർത്താവിന്റെ രാജ്യത്തെ എല്ലായിടത്തും ഹല്ലേലൂയ അനേക ജീവിതങ്ങൾ കർത്താവിനെ അറിഞ്ഞ് അങ്ങയുടെ വരവിന് വേണ്ടി പ്രത്യാശയുള്ളവരായി കാത്തിരിക്കുന്ന ആത്മീയ അനുഭവം ഉളവായി തീരുവാൻ ഇന്നിപ്പോ രാത്രിക്കാലത്തെ വചന ശുശ്രൂഷ ഒരു മുഖാന്തരമാക്കി തീർക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ദാസന്മാരെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ജനത്തോടെ സംസാരിച്ചു കുറയ്ക്കായി സ്തുതിക്കുന്നു. മക്കൾ ഭവനങ്ങളിലേക്ക് കടന്നു പോകുന്ന കർത്താവേ, കൃപയോട് കൂടെ ഇരിക്കുമാറാകണമേ. വരുന്ന പകൽക്കാലം ഒരു രാത്രികാലവും പിന്നെയും അങ്ങയുടെ പാതാധികത്തെ ഒരുമിച്ച് സന്തോഷിപ്പാൻ ആത്മചൈതന്യവും കുട്ടിയും പ്രാപിപ്പാൻ സ്വർഗം തന്നെ ജനത്തിൽ ഇടയാക്കി തീർക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ജയമെടുത്തതിനായി സ്തോത്രം. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ ദൈവത്തിന്റെ സ്നേഹം പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മ നമ്മുടെ എല്ലാവരോടും കൂടെ ഇതെപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ നോട്ടീസുകൾ ഇവിടെ വായിക്കുന്നത് മ്യൂസിക് ഫെസ്റ്റ് 2012 ഫെബ്രുവരി 5 ഞായറാഴ്ച വൈകുന്നേരം 5 മുതൽ 9:30 വരെ തൃശൂർ പറവട്ടാനി കോർപ്പറേഷൻ ക്ലബിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ദൈവമക്കൾ താല്പര്യമുള്ളവർ കടന്നു സംബന്ധിക്കാൻ ഓർമ്മിക്കുന്നു. റിവൈവൽ 2012 സുവിശേഷ യോഗ സംഗീത വിരുന്നു ജാനുവരി മാസം 9 തിങ്കളാഴ്ച മുതൽ 11 വരെ കുന്നംകുളം സ്വീകരണങ്ങളിൽ പാസ്റ്റർ കെ എബ്രഹാം ശുശ്രൂഷിക്കുന്നു. പ്രാർത്ഥനയോടെ കടന്നു സംബന്ധിക്കാൻ ദൈവനാമം പ്രവർത്തിക്കുന്നു. ദുഃഖം വഹിക്കും എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. മുമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം എല്ലാം യേശുവോടു ചെന്നു ചീടായ നിമിത്തം
ചൊല്ലിടാം. What a friend we have in Jesus. All of our sins and griefs to bear. What a privilege to carry everything to God in prayer. Oh, what peace we often forfeit. Oh, what needless pain we bear. It's all because we do not carry everything to God in prayer. എന്തു നല്ലോർ സഖീയേശു പാപദുഃഖം വഹിക്കും. എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടായ നിമിത്തം. Are you weak in heaven? Come with the Lord care. Precious Savior, seal our refuge. You will find consolers there. Your friends despiteful you, save you. Take you to the Lord in prayer. In His arms He'll take and shield you. You will find consolers there. What a friend we have in Jesus. All our sins and griefs to bear. What a privilege to carry everything to God in prayer. He's pure from forfeit. Oh, what needless pain we bear. It's all because we do not care.